പ്രകാശം കരിങ്കല്ലിലേക്ക് കുറേ സമയം അടിച്ചാൽ നല്ല ചൂടുണ്ടാവും. ടാർ ചെയ്ത റോട്ടിലാണെങ്കിൽ കാല് വെക്കാൻ പറ്റില്ല. വെള്ളത്തിലാണെങ്കിൽ കുറച്ച് മെല്ലെ മെല്ലെ ചൂടായിട്ട് വരുള്ളൂ അല്ലേ. കണ്ണാടിയിലാണെങ്കിൽ പെട്ടെന്ന് പ്രതിഫലിച്ചുകൊണ്ട് അത് പ്രകാശമായിട്ട് തരും. നല്ല വൃക്ഷത്തിലെ ഇലകളുടെ മുകളിലാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഇല ഇങ്ങനെ പെഴുത്ത് നിൽക്കുന്നില്ല, അത് ഏറ്റെടുക്കാനുള്ള കഴിവുണ്ട്. ഇതാണ് ഓരോന്നിലുള്ള വ്യത്യാസം. ഈ കല്ലിലും മണ്ണിലും വൃക്ഷച്ചുവട്ടിലും ഓടിന്റെ മുകളിലും ഷീറ്റിന്റെ മുകളിലും വാർപ്പിന്റെ മുകളിലും സൂര്യപ്രകാശം ഒരുപോലെ വന്നാലും അത് ഏറ്റെടുക്കുന്ന പ്രതലത്തിനനുസരിച്ചിട്ടാണ് അതിലുള്ള വ്യത്യാസം അല്ലേ. ശരിയാണോ പറയുന്നത്? ശ്രദ്ധിച്ചോ അല്ലേ. നമ്മളിത് കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ, അല്ലേന്നൊന്നും അധികം ചിന്തിക്കില്ല. ഭാഗവതത്തിന്റെ സമാപനം ഇപ്പം ഞാൻ സമയം ഉണ്ടായിട്ടല്ല പറയുന്നത്, പിന്നെ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് വായിക്കാനുണ്ട് കുറെ. ഭാഗവതം ഉള്ളവർക്ക് ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നറിയുള്ളൂ. അല്ലെങ്കിൽ ഭാഗവതത്തെ കുറിച്ച് അറിയുന്നവർക്ക് അതിന്റെ ഗൗരവവും ഉണ്ടാവില്ല. മനസ്സിലായോ? ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, സപ്താഹത്തില് കൂടുതൽ ഗൗരവമൊന്നുമില്ല, ഭാഗവതം വാങ്ങിച്ചിട്ടുണ്ടാവും, നോക്കാറൊക്കെ ഉണ്ട്. അവർ ഇനി എത്ര പേജ് ഉണ്ടാവും, തിരുവനന്തപുരം എത്ര പേജ് ഉണ്ടാവും, ഈ പേജിന്റെ കണക്ക് അവർ നോക്കുക. അവർക്കും സമാധാനമാവും. എന്തുകൊണ്ട് അറിയോ? അവസാനം കുറച്ച് പേജേ ഉള്ളൂ ബാക്കി. ഒപ്പം എങ്ങനെയുള്ളത്. ഇനി ഇതും കൂടെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാഗവതം കൂടെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭാഗവതം ഒരു അധ്യായം കേൾക്കണം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. അതുകൊണ്ട് അവിടെ നിർത്തി വെച്ചത്. അതായത് ആഗ്രഹമുള്ളവർക്ക് ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് അധ്യായം ഇവിടെ ബാക്കി വെച്ചത്. ഇനി ഇവിടെ നിന്ന് ആഗ്രഹം വന്നാൽ എന്ത് ചെയ്യേണ്ടി വരും? മറ്റൊരു സപ്താഹത്തിൽ പങ്കെടുത്താലേ പറ്റുള്ളൂ. ഇവിടെ ഇനി അധികം അവസരമില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും കൂടി നാമം ജപിക്കാന്ന് പറഞ്ഞാൽ അധികം അവസരമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഉള്ള സമയം പ്രയോജനപ്പെടുത്തുക. ഇവിടെ വരാൻ സാധിച്ചത് തന്നെ മഹാപുണ്യം അല്ലേ. അവസാന നിമിഷത്തിലായാലും ഈ ബോധം വരുമ്പോഴും സാധാരണ അവസാനാവും പറയുന്നുണ്ട് കേട്ടോ. ഈ മലക്കേക്ക് പോകുമ്പോൾ കെട്ടി നടക്കുമ്പോൾ പറയാറുണ്ട്, അറിവില്ലാ പൈതങ്ങളാണ് പിന്നെ സ്വാമിയെ അറിവ് തരണേ. അറിവില്ലാ പൈതങ്ങൾക്ക് അറിവല്ലേ കൊടുക്കേണ്ടത് പോലെ എന്ത് വേണം? അറിവും ബോധവും തന്ന് കാത്തിരക്ഷിക്കണേ എന്നാ പറയാം. അറിവ് വേറെ, ബോധം വേറെ. ആ ബോധം വരുത്തുവതിന് ആളാകി നിന്ന പരമാചാര്യ രൂപഹരി നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. ഹരിനാമകീർത്തനം എഴുത്തച്ഛൻ ഭംഗിയായിട്ട് എഴുതി തന്നു നമുക്ക്. അതിൽ പറഞ്ഞ തത്വമാണ് ഇവിടെ പറയുന്നത്. ശ്രീമദ് ഭാഗവതം കേൾക്കാൻ ഇടവരുന്ന ഒരു ജന്മം ഭക്തി ഉണ്ടാക്കണം ജീവിതത്തിൽ. അത് മനുഷ്യന് മാത്രമേ ഭക്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്ത് വേണം? ആ വിഷ്ണുമൂർത്തി പറഞ്ഞു തരാറുണ്ട് അല്ലേ, ഭക്തി ഉണ്ടാക്കേണ്ട മഹത്വം. വിഷ്ണുമൂർത്തിക്ക് എവിടുന്നാ കിട്ടിയെന്ന് അറിയോ നിങ്ങൾക്ക്? ഭഗവാൻ നമ്മളിൽ നിന്ന് കടമെടുക്കാറുണ്ട്. പണ്ട് വൃത്താസുരൻ എന്ന പേരായിട്ടുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. കഥ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. ആ അസുരൻ യുദ്ധകളത്തിൽ വെച്ച് അതിമനോഹരമായിട്ട് ഭഗവാൻ ആ വാള് കണ്ടിട്ട്, തിരുവായുധം കണ്ടിട്ട് ശ്രീഹരിയെ സ്തുതിച്ചപ്പോഴ്, ഭഗവാനെല്ലാം ഒന്നാണല്ലോ, കൃഷ്ണനും വിഷ്ണുക്കും ഒന്നാണ്. ആ ഭഗവാൻ വിചാരിച്ചു, ഇനി ഞാനൊരു അവതാരം എടുത്താൽ ഇതുപോലെ യുദ്ധകളത്തിൽ വെച്ച് ഉപദേശം കൊടുക്കുന്നു തീരുമാനിച്ചു. അങ്ങനെയാണ് ദ്വാപരയുഗത്തില് അർജുനന് ഗീതോപദേശം നൽകാനാവുന്നത്. പ്രേരണയായത് ഒരു അസുരനാണ്. നമ്മളിൽ നിന്ന് പാഠം എല്ലാവരും ഉൾക്കൊള്ളും. ലോകം മുഴുവനുള്ള അവസ്ഥ അതാണ്. അപ്പൊ നമുക്കും പാഠങ്ങളായിട്ട് വരണം ഓരോന്നും. ഭക്തിയാൽ ജ്ഞാനത്താൽ പ്രേരിതമാകുന്ന കർമ്മത്തെ എന്നെന്നും കൈപിടിക്കാൻ മാനവരെ സദാ ഓർമ്മപ്പെടുത്തുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. ശ്രീമദ് ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. നാരായണ ഹരേ നാരായണ ഹരേ, നാരായണ ഹരേ നാരായണ, നാരായണ ഹരേ നാരായണ ഹരേ, നാരായണ ഹരേ നാരായണ. ബന്ധമോക്ഷങ്ങൾക്ക് ഹേതുവായിടും മനസ്സിനെ എന്നും നിയന്ത്രിക്കുവാൻ ഭക്തിയും നാമവും
ശ്രേഷ്ഠമെന്നോതുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. ശ്രീമദ് ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഭാഗവതത്തെ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ ഏകാദശ സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്. ദശമസ്കന്ധം വരെയാണ് ഇന്നലെ നമ്മൾ അനുസ്മരിച്ചത്, ഒന്ന് ഓർമ്മിച്ചത്. വിഷ്ണുമൂർത്തി പറഞ്ഞതാണ് ഇതിന്റെ പ്രമാണമർത്ഥം. എന്താണത്? ഭഗവാൻ പറഞ്ഞത് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഭക്തി ഉണ്ടാവണമെങ്കിൽ 9 പടിയുണ്ട്. ആ 9 പടിയിൽ ഒന്നാമത്തേതും, ഈ 1-ാമത്തെ പടിയിൽ കയറാതെ അങ്ങ് കിടക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് അപകടത്തിലേക്ക് എത്തും, അല്ലേ? 1-ാമത്തെ പടി ഏതാണ്? ശ്രവണമാണ്. ശ്രവണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? കേൾക്കൽ കേട്ടോ. കേട്ട് കഴിഞ്ഞാലാണ് മനസ്സിൽ ആവല്. മനസ്സിനുള്ളിൽ ആവണ്ടേ? മനസ്സിന്റെ ഉള്ളിലേക്ക് എത്തണം. പുറമേ മാത്രം മതിയോ? നമുക്ക് മതിയോ? രാവിലെ ഒന്നും അങ്ങനെ മതിയാക്കണമായിരുന്നു. സങ്കല്പിച്ചാൽ മതി എന്ന് പറയും. ചില ആൾക്കാരൊക്കെ എത്ര പേരുണ്ടെന്ന് അറിയുന്നേ. സങ്കല്പിച്ചാൽ മതി എന്ന് പറയുന്നത്. ഞാൻ പിന്നെ അങ്ങനെ പോയിട്ടിരിക്കലും കഥ കേൾക്കലോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് മനസ്സിൽ നിറഞ്ഞിട്ടുണ്ട് ഈശ്വരൻ, ഇത്രയുമുണ്ട്. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. സങ്കല്പിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ആ തലത്തിലെത്തിയവർക്ക് അങ്ങനെ മതി. വേദവ്യാസനെ പോലുള്ളവർക്ക്, ശങ്കരാചാര്യർക്കൊക്കെ സങ്കല്പിച്ചാൽ മതി. സാധാരണക്കാരന് അത് മതിയെങ്കിൽ ശങ്കരാചാര്യരുണ്ടല്ലോ, കേദാർ ബദരിയൊക്കെ പോയി കഴിഞ്ഞാൽ 41 ദിവസം ജലം മാത്രം കഴിച്ചിട്ട് അവിടെ ഇരിക്കുക. ഈ പറയുന്നവർക്ക് പറ്റുമോ? ഇല്ല. രാവിലെ 8:30 മണി ആകുമ്പോഴേക്കും തുടങ്ങിക്കഴിഞ്ഞു ബഹളം. അപ്പോൾ പറയണം, നിങ്ങളല്ലേ സങ്കല്പത്തിൽ മനസ്സിൽ നിറഞ്ഞിട്ടുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു 5 ഇഡ്ഡലിയും കുറച്ച് ചട്നിയും പിന്നെ ഒരു സാമ്പാറൊക്കെ സങ്കല്പിച്ചോ. വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ഉഴുന്ന് പടി എന്ന് പറഞ്ഞാൽ മതി. വീട്ടിൽ നിന്ന് പണിയില്ലല്ലോ. മതിയോ? സങ്കല്പം മതിയോ? പോരാ. പിന്നെന്ത് വേണം? നമ്മളിത് അങ്ങനെ കേട്ടതൊന്നും കാര്യമില്ല. നമ്മളിത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ഹാർട്ട് ടു ഹാർട്ട് എന്നാ പറയുക. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നെടുക്കണം ഉപദേശങ്ങൾ. സബ്വേയുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു വരും ക്രമേണ. അപ്പോഴെന്താവും അറിയാം? നമ്മുടെ ഈ ഉള്ളില് ഈശ്വരഭാവം വരും. പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. കുറച്ചേ പറയുള്ളൂ, ശ്രദ്ധിക്കുക. വേണ്ടവർ മനസ്സിലാക്കുക, അല്ലാത്തവർക്ക് കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ ഭക്ഷണത്തിൽ കഴിച്ച് പോയാൽ മതി. കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ കേൾക്കുക, ഇതിലെ വിടാലോ. 2 തന്നിട്ടില്ല. എല്ലാം പോലെയല്ലല്ലോ. ആലോചിച്ച് പൂന്താനം പറഞ്ഞത് അതാണ്. ഗുരുനാഥൻ തുണച്ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം. നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ, നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. വേറെ ആർക്കും വേണ്ടിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആണോ? അല്ല. നമ്മള് ഏരിയത്തപ്പന്റെ മുമ്പിൽ വരുന്ന വേറെ ആൾക്ക് വേണ്ടിയിട്ട്, ഏരിയത്തപ്പന് വേണ്ടിയിട്ടൊന്നുമല്ല. ഏതോ യോഗീശ്വരന്മാര് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആർഭാടവും ആഘോഷവും ഒന്നുമില്ലാതെ ഏകാന്തത്തിലിരുന്നു കൊണ്ട് ഏകാന്തിനോ യസ്യ നകഞ്ചനാർത്ഥം വാഞ്ചന്തിയേ വൈ ഭഗവൽ പ്രപന്ന. ഇതൊന്നുമില്ല. കാട് മൂടിക്കിടക്കുന്ന സ്ഥലത്ത് ആ പുഴക്കരയിൽ സമീപത്തുള്ള മുനിയറകൾ ഉള്ള ഒരു പുണ്യഭൂമിയിൽ ഇരുന്ന് തപസ് ചെയ്തപ്പോ അവരുടെ സങ്കല്പ സൃഷ്ടിയാണ് ഏരിയത്തപ്പൻ. മനസ്സിലായോ? അമ്പലത്തിന് വേണ്ടി പരിശ്രമിച്ചതല്ല. ആ സങ്കല്പ സൃഷ്ടി പിന്നീട് യാഥാർത്ഥ്യമായതാണ്. അത് തളരും വളരും ഒക്കെ ചെയ്യും. ഭഗവാൻ ഇതൊന്നും ബാധകമല്ല. ആത്മാവിനില്ല ജനന മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല.
ആത്മാവിനെ സംബന്ധിച്ച്, ഈശ്വരനെ സംബന്ധിച്ച് തളർച്ചയോ വളർച്ചയോ വലുതാവലൊന്നുമില്ല. നല്ല തടിച്ച ആളാണെങ്കിൽ തടിച്ച ആത്മാവ്, കുട്ടിക്ക് ചെറിയ ആത്മാവ്, അങ്ങനെയൊന്നുമില്ല. ആത്മാവിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഈശ്വരഭാവത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഭക്തിയുടെ ലക്ഷണം. അതിനു വേണ്ടിയിട്ടാണ് ആരാധനകളൊക്കെ ചെയ്യുന്നത്. അതിന് ആദ്യം വേണ്ടത്, അതാണ് ഞാനിപ്പോൾ ഉറപ്പിക്കുന്നത്, എന്താണ്? ശ്രവണം. കേൾക്കാൻ സാധിക്കണം. ഈശ്വരന്റെ മഹത്വം കേൾക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ, ഈശ്വരന്റെ മാത്രമല്ല ഈ ലോകത്തിലെ എല്ലാറ്റിനെ കുറിച്ച് നമ്മൾ അത് കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടുമാണ്, അല്ലേ? അപ്പോഴും നമുക്കൊന്ന് പങ്കെടുക്കണം തോന്നും. കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മളത് കേട്ട് മനസ്സിലാക്കണം. ഇവിടെ വന്ന് കേൾക്കാതെ കണ്ടൊന്നും പുറത്ത് നിന്നൊന്നും അഭിപ്രായം പറഞ്ഞൊന്നും ഒരു കാര്യമില്ല. കേട്ട് കുറച്ച് സമയമെങ്കിലും, ഞാൻ അങ്ങനെ പറയും, 1 മണിക്കൂറെങ്കിലും നമ്മൾ ഇരുന്നിട്ട് പാരായണം കേൾക്കണമെന്നല്ല പറഞ്ഞത്. പാരായണം കേട്ട് കഴിഞ്ഞാൽ അത് മെല്ലെ മെല്ലെയാണ് നമ്മളുടെ ഉള്ളിലേക്ക് എത്തുക. നമുക്ക് ആ ഭാവം വരില്ല. മനസ്സിലായോ? ഭാവം വന്നവർക്ക് പാരായണം മാത്രം മതി. ശ്രദ്ധയോടുകൂടി വായിക്കുന്നത് തന്നെ കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദമായിരിക്കും. പക്ഷെ എല്ലാവർക്കും ആ തരത്തിലേക്ക് വരില്ല. ഇപ്പൊ നമ്മളിപ്പോ 7 ദിവസം ഇവിടെ ഉച്ച വരെ പാരായണം നടത്തും. അപ്പോഴേക്ക് 12:30 ആവും. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിർഭാഗത്ത് നടക്കുകയും ചെയ്തു, എല്ലാവരും പോവുകയും ചെയ്താൽ, അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്, പാരായണം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഒരാൾ വന്നിട്ട് എന്തോ അങ്ങനെ ചൊല്ലുന്നുണ്ട്, വാശി പിടിച്ചിട്ടാണ്. മറ്റവരും വായിക്കുന്നു, ഇവരും വായിക്കുന്നു. ഇവർ നൃത്തം വിളിക്കാതെ വാശി പോലെ വായിച്ച് തീർത്തു എന്ന് പറയും. പിന്നെന്തോ വിളക്കും കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു നെയ് വിളക്കം വെച്ച് ഇങ്ങ് വന്നല്ലോ, ഇങ്ങനെ എന്നിട്ട് എന്ത് വേണ്ടത് ഇങ്ങനെയാ പറയുന്നത്. അതിനിടയിൽ ആരോ ഒരു പറ നടത്തും, ഞാനൊരു പറ നടത്തുള്ളൂ. അതൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിന്റെ മഹത്വം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ആ പറയുമ്പോഴെങ്കിലും കുറച്ച് ബോധം വരും. ബോധം വരുത്തുന്നതിന് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ മനസ്സിലേക്ക് ഇതൊക്കെ വരണം. കാണേണ്ടവർക്ക് കാണാനും കേൾക്കേണ്ടവർക്ക് കേൾക്കാനും ഉണ്ട്. പക്ഷെ ഈ ഭാഗവത കഥയിൽ എന്താ പറയേണ്ടത്, ലൈവായിട്ട് ഇങ്ങനെ നേരിട്ട് കൃഷ്ണൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ കാണിക്കല് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരു പരിസ്ഥിതി ഉണ്ട്. അതുകൊണ്ട് അറിയോ, തക്ഷകൻ വരണം. തക്ഷകന് കിട്ടില്ല. ഒരു രാജബംബാലെ കൊണ്ട് ഇളക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഈ സമയത്താണ്. ഈ സപ്താഹം അഭിനയിക്കുന്നവരുണ്ട് ഇപ്പൊ കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഓരോ ഗോഷ്ഠി കളിക്കുക. ഭഗവാൻ തന്നെ പറഞ്ഞത് ഇതൊക്കെ ഗോഷ്ഠിയാണ്. അതല്ല വേണ്ടത്. ഇത് നമ്മൾ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം. ആ ശ്രദ്ധ വന്നവർക്കുണ്ടല്ലോ, ഇത് കേൾക്കുന്ന സമയത്ത് നല്ലൊരു സുഖമുണ്ടാവും. അതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കൊന്നും അങ്ങനെയൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ പറയുന്ന എനിക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഉണ്ടാവും. അത്രയും ഞാൻ പറയുന്നു. ശ്രോതാക്കൾക്കാണ് അതിന്റെ മാറ്റം ഉണ്ടാവും, പറയുന്ന ആൾക്കല്ല. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2015 വ്രജഭൂമിയിൽ വൃന്ദാവനത്തിലേക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ സപ്താഹം 2000 ഞാൻ പരപ്പയിൽ സപ്താഹം നടത്തിയപ്പോൾ കൺവീനറായിട്ടുണ്ടായ ഗോപിനാഥൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അദ്ദേഹം അതുവരെ പോയിട്ടൊന്നുമില്ല. എന്നിട്ട് വൃന്ദാവനത്തിലെത്തിയപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്കിതെല്ലാം പരിചയം പോലെ തോന്നുന്നു. കാരണം എന്താ പറയുക, അന്ന് കൺവീനറാണെങ്കിലും സപ്താഹം അതിനുശേഷവും നിരന്തരം കേട്ടുകൊണ്ടിരിക്കും. എവിടെയുണ്ടെങ്കിൽ 8 മണി വരെ പറ്റുന്ന രാവിലെ അവിടെ 4:30 എത്തിയിട്ട് കേൾക്കും. അദ്ദേഹം പറയുന്നത്, ഇതൊക്കെ ഞാൻ കണ്ടതുപോലെ, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയതുപോലെ. എന്നാൽ ഈ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുക. മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യരും ദൈവവും ഒന്ന്. മനസ്സിനുള്ളിൽ മഹിമകൾ വന്നാൽ മഹേശ്വരൻ വരും അന്ന്, മണികണ്ഠൻ വരുമന്ന്. ETC ഒരു കുത്ത് പറഞ്ഞാൽ കാണുന്നില്ലേ? തുടർച്ചയായിട്ട് പലതും വരുന്നല്ല. എല്ലാ ഈശ്വരഭാവങ്ങളും നമുക്ക് വരുന്നെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ഈശ്വരഭാവം വേണം. അതിന് വേണ്ടത് ആദ്യം ശ്രദ്ധ, രതി, ഭക്തി അനുക്രമിഷ്യതി. ശ്രദ്ധ, രതി, ഭക്തി. ആദ്യം ശ്രദ്ധയാണ് വേണ്ടത്. ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ശ്രദ്ധ അല്ലെ, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ പോലെ ശ്രദ്ധിക്കണം. താല്പര്യം വേണ്ടേ ആളുകൾക്ക്? ഇതിലെനിക്ക് താല്പര്യം ഇല്ലെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ആ താല്പര്യം ഉണ്ടാവണം. താല്പര്യമാണ് മാതാവ്, മൂത്ത മകനാണ് ശ്രദ്ധ. അത് മനസ്സിലാവുന്നുണ്ടോ? ഇൻട്രസ്റ്റ് ഈ ബാങ്ക് ഇൻട്രസ്റ്റ് അല്ല,
താല്പര്യം എന്ന് പറയുന്നില്ല. അതാണ് ഈസ് ദ മദർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. പഠനത്തിന്റെ മാതാവ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതാണ് ഭാഗവതത്തിലെ ഓരോരോ കഥകളിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. ഏകാദശ സ്കന്ധം കുറച്ച് സമയം കൊണ്ടും ചുരുക്കി പറയുക എന്നുള്ള സമ്പ്രദായം നമുക്കുണ്ട്. ഗുരുവായൂർ സമ്പ്രദായത്തിൽ വാഴകുന്നം എന്ന ആ പരമ്പരയിലാണ് ഞാൻ. വാഴകുന്നം തോട്ടം വാസുദേവൻ തിരുമേനി, അദ്ദേഹത്തിന്റെ ശിഷ്യൻ പയ്യലിക്ക കൃഷ്ണൻ തിരുമേനി, പിന്നെ ഇതിലാണ് ഞാൻ ഉപദേശം സ്വീകരിച്ചൊക്കെ നമുക്ക് കിട്ടിയ സമ്പ്രദായ ഉപദേശം ഞാൻ കൊണ്ടുനടക്കുന്നത്. മറ്റുള്ളവർ പറയുന്നത് എനിക്ക് എടുക്കാൻ പറ്റില്ല അർത്ഥം. കാരണം ഇതിനെക്കുറിച്ച് ഞാൻ എത്രയോ സ്ഥലത്ത് പോയിട്ടും ഇരുന്നിട്ടും ഓലയിട്ടിട്ട് ഇങ്ങനെ താഴെ ഇരുന്നിട്ടൊക്കെ കേട്ടിട്ടും കുറിച്ചെടുത്തിട്ടും ഗുരുമുഖത്തിലൂടെ മനസ്സിലാക്കിയാണ്. ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കിൽ സപ്താഹം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇല്ലത്ത് പോയി ഇരുന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കേട്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് വേറൊന്നും അങ്ങനെ വലിയ മോഹമില്ല. കാരണം ഭാഗവതത്തിന്റെ സത്യമതാണ്. നമ്മളൊക്കെ അങ്ങനെയാണ് ഭാഗവതത്തിലേക്ക് വന്നത് അർത്ഥം. എൻ്റെ മുത്തശ്ശൻ്റെ അച്ഛനൊക്കെ ഭാഗവതം വായിക്കുന്ന ആചാര്യന്മാർ അല്ല. അങ്ങനെ വിചാരിച്ചതിപ്പോൾ അവരൊന്നും അല്ല. ഉള്ളത് പറയുന്നത് നമുക്കെന്തിനായി അഭിമല്ലേ ദേഹണ്ണത്തിന് പോകും, ഇങ്ങനെയൊക്കെ പൂജ ചെയ്യും, തെയ്യം കഴിക്കും, അങ്ങനെയൊക്കെ ഉത്സാഹത്തോടുകൂടി ആത്മസമർപ്പണം ചെയ്തുകൊണ്ടാണ് ഓരോന്നും ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഇതിലേക്ക് എത്തിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു നിമിത്തമുണ്ട്. ജന്മാന്തരേ ഭവേ പുണ്യം തഥാ ഭാഗവതം ലഭേ. ജന്മാന്തരത്തിലുള്ള ഏതോ ഒരു സുഹൃതമുണ്ട്, ഒരു നിയോഗം ഉണ്ടായത് കൊണ്ടാണ് ഈ യോഗീശ്വരന്മാര് മനസ്സങ്കല്പം ചെയ്ത സങ്കല്പത്തിലൂടെ പ്രതിഷ്ഠിച്ച ഈ ഏരിയത്തപ്പന്റെ സന്നിധിയിൽ അത്രയും ഗൗരവമുള്ളതാണ്. പുറമേ ഒന്നും കാണുന്നില്ല എന്ന് വിചാരിച്ച് പരിഭ്രമിക്കേണ്ട, സ്ഥലമില്ല എന്ന് വിചാരിച്ചിട്ടോ അതൊന്നും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ചൈതന്യം അത്രയും ശ്രേഷ്ഠമാണ്. അങ്ങനെയുള്ള സന്നിധിയിൽ നമ്മൾ ഏകാദശ സ്കന്ധം കുറച്ചെന്തെങ്കിലും അനുസ്മരിക്കണം. ഇത് ഭഗവാന്റെ സങ്കല്പമാണ്. രാവിലെ അനുസ്മരിക്കാൻ പറ്റുമെന്നൊന്നും ഒരു ധൈര്യത്തിലായിരുന്നില്ല ഞാൻ അർത്ഥം. ഈ കാര്യങ്ങൾ പറയാം ഇതിൻ്റെ. പക്ഷെ നമ്മൾ ചില സങ്കല്പവും പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. അത് സന്തോഷകനെ ഉണ്ണികൃഷ്ണ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും, അത് ശ്രദ്ധിക്കുക, വേണ്ടവർ മനസ്സിലാക്കുക. അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ ആ രീതിയിൽ അറിയുന്നില്ലെങ്കിൽ പിന്നെന്താ പറയുന്നത്, തെറ്റിദ്ധരിക്കാതിരിക്കുക. കാരണം ഇത് കാലഘട്ടം അതാണ്. നമ്മൾ ഭാഗവതത്തിന്റെ സന്ദേശം അതല്ല. പണ്ട് ഈ വിനാശകാലത്ത് വിപരീത ബുദ്ധി തോന്നും, അനർത്ഥങ്ങൾ വരും. അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണം. ഭാരവാഹികളും അല്ലാത്തവരും നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഒരു നാട്ടിൽ നമുക്ക് ആരാധന ചെയ്യാനും ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഒരു യജ്ഞം നടത്തുന്നത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം. ഞാനൊരു കഥ പറയാതായിരുന്നു. പണ്ട് ഈ ദേവകി വസുദേവന്മാർ കേട്ടിട്ടുണ്ടാവോ? ശ്രീകൃഷ്ണന്റെ അച്ഛനും അമ്മയാണ്. ഹൈന്ദവ സമൂഹത്തോട് ഇതൊക്കെ പറയേണ്ടി വരുമല്ലോ, കേട്ടിട്ടുണ്ടോ നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പോ ദ്വാരകയിലാണ് താമസിക്കുന്നത്. പ്രായം കുറേയായി, കൃഷ്ണൻ കുറെ കാലമായില്ലേ കഴിഞ്ഞു കൂടുന്നത്. പൂർണ്ണം ബ്രഹ്മൻ തന്നെ മകനായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം ഈ ദ്വാരകയിലേക്ക് കുറെ സന്യാസിമാര് വന്നു. ദ്വാരകയിലെ സന്യാസിമാര് പലരും ഉണ്ടാവുമല്ലോ. അവരൊക്കെ കൂടി വരുന്ന സമയത്ത് ഈ സന്യാസിമാര് വലിയ താടിയും തലയൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെ വരുന്നവരാണ്. അവർ വേഷവും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ ഇന്നിപ്പോ വേഷം കൊണ്ടൊന്നും ആളെ പിടിച്ചറിയാൻ പറ്റില്ല കേട്ടോ. സന്യാസിമാര് സ്വാമിമാരെന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും വേഷം കണ്ടതൊന്നും എനിക്ക് പരിഭ്രമം ഉണ്ടാവുന്നില്ല. ഒരു ലെവലേശം ഒരു പരിഭ്രമം ഉണ്ടാവുന്നില്ല. അങ്ങനെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഞാൻ നല്ലതുപോലെ ആലോചിച്ച് ഗുരുവായൂരപ്പനോട് ചോദിച്ചിട്ട് ഞാൻ അടുത്തേക്ക് തന്നെ പോകാറുള്ളൂ എന്നർത്ഥം. കാരണം പലരും പല വേഷം കെട്ടുന്നുണ്ട്. അതുകൊണ്ട് അറിയോ, രാവണൻ സന്യാസി വേഷം കെട്ടിയിട്ടാണ് സീതയെ അപഹരിക്കാൻ വന്നത്. ഈ വേഷം കെട്ടൽ മുഴുവനും സത്യമാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ഞാനുമുണ്ട്. യുക്തിവാദി ആയതുകൊണ്ടല്ല, സത്യത്തെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് ആട്ടിയെടുത്ത വെളിച്ചെണ്ണ കൊണ്ട് തന്നു. തലയിൽ തേച്ചാൽ മതി എന്ന്, എനിക്ക് കാച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് സ്വീകരിക്കാൻ മടി. അതുകൊണ്ട് പറയാം, നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണക്കൊക്കെ ഒരു നിറം വേറെയാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ ഒറിജിനൽ ആണെങ്കിൽ എനിക്ക് വിശ്വാസം വരുന്നില്ല. വളരെ മനസ്സിലായി. അതിനെ വെല്ലുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റുകൾ എന്നർത്ഥം.
ഓരോ ചാനൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതാണ് സ്വാമി എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. കൃത്യമായിട്ട് പറയാണ്, ഈശ്വരാഭിമുഖമാക്കി ചിന്തിപ്പിക്കാത്ത യോഗികളും സ്വാമികളും സ്വാമികളല്ല, യോഗികളല്ല എന്നാണ് ഭാഗവതം പറഞ്ഞിരുന്നത്. ഏത് ചരിത്രത്തിൽ? നമ്മുടെ വിശേഷപ്പെട്ട വൃഷഭോപദേശത്തിൽ പറയും. അതുപോലെ ഈശ്വരാഭിമുഖമാക്കി ചിന്തിപ്പിക്കാത്ത, മക്കളെ ചിന്തിപ്പിക്കാത്ത അച്ഛനമ്മമാരല്ല. എന്താണ് എന്ന് ഭാഗവതം പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഡാഡിയും മമ്മിയുമാണ്. ഇന്നലെ രാത്രി പാട്ട് കേട്ടു, ഡാഡിയും മമ്മിയും എന്നൊക്കെ. അതുപോലെ ഈശ്വരാഭിമുഖമാക്കിയിട്ട് ശിഷ്യന്മാരെ ചിന്തിപ്പിക്കാത്ത ഗുരു അല്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, രാവിലെ ഒന്ന് സപ്താഹത്തിന് പോയിട്ട് വരാം. ലേശം ഉപ്പുമാവാണ് ഇന്ന് ആക്കിയിട്ടുള്ളത്. എടുത്ത് കഴിക്കൂലേ നിങ്ങൾ? ചായയും ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഏരിയത്തെ സപ്താഹം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വേണ്ട കേട്ടോ എന്ന് പറയുന്ന ഭർത്താവല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈശ്വരാഭിമുഖമായിട്ട് ചിന്തിപ്പിക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഒഴുകുന്ന തോണിക്കുരുണ്ട്. എന്നാൽ നീ പോയിട്ട് വന്നോളൂ, ഞാൻ തൽക്കാലം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളൂ, എടുത്ത് കഴിച്ചോളാം. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചോളാം, സന്ധ്യക്കുമ്പ് വരുമല്ലോ അല്ലേ? ആ ഒരു ചിന്ത ഉണ്ടെങ്കിലേ അനുകൂല അർത്ഥമാവുള്ളൂ. തിരിച്ചുകൊണ്ട് ഇതുപോലെ കേട്ടോ, തിരിച്ചും ഇങ്ങനെയാണ് നമുക്ക് ഭാഗവതം പറഞ്ഞത്. ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാത്ത ദൈവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് ദൈവങ്ങൾ പോലുമല്ല, ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഈശ്വരനിലേക്ക് തിരിച്ചു വിടണം. വേണ്ടേ? ഇവിടെ കഥ പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഈ സന്യാസിമാര് യോഗീശ്വരന്മാര് വരുന്ന സമയത്ത് അവിടെ ദ്വാരകയിൽ ഒരുപാട് പേരുണ്ടല്ലോ, അതില് കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാർക്ക് തോന്നി ഒന്നൊന്ന് കളിയാക്കണം തോന്നി. പണ്ടത്തെ ഭാഷ പറഞ്ഞൊന്ന് കലശല് കൂട്ടണം തോന്നി. അങ്ങനെ അവരൊക്കെ കൂടി ചില പദ്ധതികളൊക്കെ ഇട്ടു. എന്നിട്ട് പദ്ധതികളൊക്കെ ഇട്ടു, കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഇവരിങ്ങനെ വന്ന് ആ ഗോപുരത്തിലൂടെ ഇങ്ങോട്ട് വരികയല്ലേ ചെയ്യാം. വരുന്ന സമയത്ത് സന്യാസിമാരിങ്ങനെ കടന്നു കിടന്ന് വരുമ്പോൾ അവരുടെ മുമ്പിൽ വന്നു കുറെ ആൾക്കാർ തൊഴുതു നിന്നു. എന്തൊരു വിനയം പറയാം, ഇങ്ങനെ തൊഴുതു നിന്നു. എന്നിട്ട് ഒരു പെണ്ണുണ്ട്, ഒരു സ്ത്രീ ഉണ്ട് കൂടെ. ആ സ്ത്രീ ഇങ്ങനെ വയറിങ്ങനെ ഉണ്ട് കേട്ടോ, ഇത്ര ഉണ്ട്, പ്രസവിക്കാറായിരുന്നു. മനസ്സിലായപ്പോ ഞാൻ നിൽക്കുന്നുണ്ട്, സെറ്റ് സാരി ഒന്ന് കൊടുത്തിട്ടുണ്ട്, ഞാൻ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, സന്യാസിമാരെ നമസ്കാരം നമസ്കാരം. എന്തൊരു വിനയം പറയും, കാല് വാരിയില്ലാന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ത്രികാലജ്ഞാനികളല്ലേ, വരുന്ന കാര്യം പോയ കാര്യം നടക്കുന്ന കാര്യമൊക്കെ അറിയാലോ. ഒന്നും പറഞ്ഞില്ല, ഇവരുടെ എല്ലാം കേട്ടു. അല്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രസവിക്കാറായി 9 ചില്ലറയും. ഇത് ഇത്രയും കാലമായാലും ഇനി അങ്ങനല്ലേ? അല്ല, കുട്ടിയാണോ പെണ്ണോ എന്ന് അറിയണം. ഇന്നാണെങ്കിൽ നമുക്ക് വേറെ സംവിധാനം, ചിലപ്പോൾ ഇവിടെയൊക്കെ പോയാൽ പലതും ഉണ്ട് അത്രേ. പക്ഷെ പണ്ടത്തെ കഥയാണ്, ഇത് അറിയണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ടായിരിക്കും എന്ന് പറയാനും നിവൃത്തിയില്ല. കാരണം 9 ചില്ലറ ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ ക്ഷമിച്ചാൽ പോലെ, ഇതിനെന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവരതല്ല ചെയ്തത്, സന്യാസിമാരോട് ചോദിച്ചു. ഇത് ചോദിച്ചപ്പോ ദ്വാരകയ്ക്ക് പറ്റാത്തൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നി. സന്യാസിമാരോട് ചോദിച്ചു. നോക്കുമ്പോഴേക്കും ഇത് കൃഷ്ണന്റെ ആളുകളാണ്, മക്കളൊക്കെയാണിത്. ഇവർക്കിങ്ങനെ തോന്നുന്നു വെച്ചാൽ വിനാശകാലേ വിപരീത ബുദ്ധി ആരാന്റകത്തി എന്നെ വന്ന് ബുദ്ധി എന്നൊക്കെ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ വിനാശകാലത്ത് തോന്നുന്നതാണ് ഓരോരാൾക്കും ഓരോന്ന് കേട്ടോ. പിന്നെ അനുഭവിച്ചേ മതിയാവും. കൊണ്ടാലറിയാത്തവര് അല്ല, കണ്ടാലറിയാത്തവർ കൊണ്ടാലറിയും. കൊണ്ടാലും തിരിയാ ചിലർക്കേതുമേ. ഉദാഹരണം പറഞ്ഞ അങ്ങനെയാണ്. എന്തായെന്നറിയാം, ഇവിടെ കൊണ്ടു നല്ലതുപോലെ. എങ്ങനെ കൊണ്ടത്? അവരെ കണ്ണടച്ചു. ത്രികാലജ്ഞാനികളല്ല, അവര് കണ്ണടച്ചപ്പോൾ മനസ്സിലായി ഇത് ഭഗവാൻ കൃഷ്ണന്റെ സങ്കല്പമാണെന്ന്. അപ്പൊ എന്ത് പറയണമെന്ന് അവരാലോചിച്ചപ്പോൾ അവരുടെ മനസ്സിൽ വന്നു. അത് അവരെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇവള് പ്രസവിക്കുന്ന ആണുമല്ല പെണ്ണുമല്ല, ഒരു ഇരുമ്പൊലക്കെ ആയിരിക്കും. മുസലം, കുലനാശനം എന്ന് പറഞ്ഞു. അത് ആ ഇരുമ്പൊലക്കെ എന്തായിരിക്കും? നിങ്ങളുടെ കുലത്തെ നശിപ്പിക്കുന്ന ഒരു ഇരുമ്പൊലക്കെ പ്രസവിക്കുന്നു. ഇങ്ങനെ കയ്യൊക്കെ വെച്ച് കളിയാക്കി. കാരണം ഇത് ആണ് പെൺവേഷം കെട്ടിയിട്ട് തലയനൊക്കെ വെച്ചിട്ട് രാത്രി അവർക്ക് കിടക്കാനുള്ള തലയനൊക്കെ വെച്ച് കെട്ടിയിട്ട് സെറ്റ് സാരി പിന്നൊക്കെ ഉടുപ്പിച്ച് വെച്ചതാണ്. ആണാണിത്. പണ്ടത്തെ നാടകത്തൊക്കെ അങ്ങനെയല്ലേ പതിവ്, അതുപോലെ കിട്ടിയതാണ്. പക്ഷേ ഇതുണ്ടോ? ഈ വീട്ടികൾ അറിയുന്നു, ചിരിച്ച് എല്ലാവരും കൂടെ കളിയാക്കി അപമാനിച്ചു വിട്ടു സന്യാസിമാരെ.
അവര് പോവുകയും ചെയ്തു. എന്തോ കൃഷ്ണന്റെ സഖാക്കല്ലേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാവരും ഓടി പോകുന്ന സമയത്ത് ഈ ഈ പിന്നൊക്കെ കുത്തിയിട്ട് ഇതൊന്ന് മാറ്റിയിട്ട് കെട്ടി വേഷം കെട്ടിക്കാൻ നിങ്ങൾക്ക് ഇന്ന് അഴിച്ചു വെച്ചിട്ട് പോണ്ടേന്ന് പറഞ്ഞ് പിന്നൊക്കെ അഴിച്ചിട്ട് ഈ സാരിയൊക്കെ മാറ്റി തലയിലേക്ക് മാറ്റിയപ്പോഴേ എന്തോ കാലയെ തൊടയിൽ താഴോട്ട് വീഴുന്ന ശബ്ദം കിട്ടും. എന്തെങ്കിലും ഉണ്ടല്ലോ ഈ വിളക്ക് ഇരുമ്പ് സാധനങ്ങളൊക്കെ വിടാനുള്ള ആ ശബ്ദം വെടിയൊന്നും ഒരു ശബ്ദം കിട്ടും. ഇരുമ്പ് കമ്പിയൊന്നല്ല, ഇരുമ്പ് അലക്കിയാണ് വിളിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞ പകുതി ശരിയായി. എന്താണ് മുസലം, ഇതിനടുത്തത് ശരിയാവുമെന്ന് പറയാനില്ല. കുലനാശനം, ആകെ പരിഭ്രമിച്ചു. ഇരുമ്പലൊക്കെ കൊണ്ട് ഓടി ചെന്നു. ഉഗ്രസേന ചക്രവർത്തി കൃഷ്ണന്റെ അടുത്ത് പോകാൻ ധൈര്യമില്ല, മുത്തശ്ശനാണ്. കാരണം പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോ കൃഷ്ണനോട് പറഞ്ഞോ എന്ന് ചോദിച്ചു. ഇല്ല. എന്നാൽ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇരുമ്പ് പണിക്കാരെ കൊണ്ടുവന്ന് രാഗി പൊടിച്ച് വലിയ കൂട്ടയിൽ പൊടി പൊടിയാക്കിയിട്ട് സമുദ്രത്തിലേക്ക് കലക്കി കളഞ്ഞു. പക്ഷെ ഈ അരം പിടിക്കാത്ത ഒരു കഷ്ണം ബാക്കിയായി. നല്ല തിളക്കുള്ള ഉരുക്കാണത്. അന്ന് ഉരുക്ക് കിട്ടാൻ വിഷമാണ്. അതും പിടിക്കുന്നേയില്ല. ഇത് കൊണ്ടൊരു കുല നശിക്കോടോ ചോദിക്കില്ല. നമ്മൾ അതും കളഞ്ഞേക്ക് പോകുന്നത്, അതും കളഞ്ഞു. ഈ ഗുജറാത്തിന്റെ പിറകിലുള്ള പ്രഭാസ തീർത്ഥത്തിന് പിറകിലുള്ള ആ കടലിലാണ് ഇത് കളഞ്ഞത്. ഇത് മുഴുവൻ അലയടിച്ച് വന്നിട്ട് കുറെ കാലം കഴിയുമ്പോഴേക്കും എന്തായെന്നറിയോ, മാസങ്ങളും കൊല്ലങ്ങളും കഴിയുമ്പോഴേക്ക് ഈ അലയടിച്ച് വന്നതാണ് അവിടെ നല്ല മൂർച്ചയുള്ള ഒരു തരം മുള പോലുള്ള പുല്ലായി മാറി. ഏരക പുല്ലുകൾ എന്നാ പറയാ. അടി കിട്ടിയാൽ നല്ല ചൂരൽ പോലെയല്ല, ചൂരലിങ്ങനെ വളയും, പക്ഷെ ഇത് വളയില്ല. അങ്ങനെയുള്ളതാണ് ഏരകപ്പുല്ല്. ഇവിടെ പോയാൽ കാണാം, ഗുജറാത്തിൽ പോയാൽ അപൂർവം ചില സ്ഥലത്തേ ഉള്ളത്, കാണാൻ പോകാൻ പറ്റില്ല. അങ്ങനൊരു വിഷമമുണ്ട്. ഏരകപ്പുല്ലുകളായി മാറി. ഈ ഉരുക്ക് കഷ്ണം ഒരു മത്സ്യം വിഴുങ്ങി. പിന്നീട് മീൻപിടുത്തക്കാർക്ക് ഇത് കിട്ടി. കറിവെക്കൂല ഉച്ചക്ക് മുറിച്ചിട്ട്. അപ്പോൾ ഈ ഇരുമ്പ് ഉരുക്ക് കഷ്ണം കിട്ടി. ഇതെന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ കടയിൽ കൊടുത്ത കാശ് കിട്ടുന്നു, ഇരുമ്പ് കടയിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇരുമ്പ് പണിയെടുക്കുന്ന അടുത്ത് കൊടുക്കണേ, അവിടെ കൊണ്ടു കൊടുത്തു. അദ്ദേഹം വിചാരിച്ചു 2 മുക്കാല് കൊടുത്തിട്ട് വാങ്ങി. 4 മുക്കാല് കിട്ടാൻ വേണ്ടിയിട്ട്, അത് അങ്ങനെ കൊടുത്താൽ കിട്ടില്ല, ലാഭം കൂടി ഉണ്ടാക്കാൻ ഒരു ശരത്തിന്റെ അറ്റത്ത് പിടിപ്പിച്ച് വെച്ചു. ഇപ്പൊ ഇരുമ്പ് വിലക്കയുടെ ബാക്കി വന്ന മുസലാവശേഷ ഖണ്ഡ ആ കഷ്ണം ഉണ്ടല്ലോ, ഇപ്പൊ എവിടെയുണ്ട്? ഒരു ജര എന്ന പേരായ വേടൻ കാശ് കൊടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, താമസ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹമൊന്നുമില്ല അവിടെ, അതെ പഴയ കഥയല്ലേ, 5000 അല്ലെ. അത് വെരാവൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, ഒരു എക്സ്പ്രസ് പോകുന്നുണ്ട്, അവിടെയാണ് സ്ഥലം. ഞാനൊക്കെ അന്വേഷിച്ചു, ഞാൻ ഗവേഷണം തന്നെ നടത്തുന്നത്. അന്വേഷിച്ച് കണ്ടുപിടിച്ചു, പലരോടും ചോദിച്ചിട്ട്. അവരുടെ ഇവിടുത്തെ പോകാനാവില്ല, അവിടെ പോകാൻ ബന്ദർ ആണ്. ഇതൊന്നും നടക്കാനും പറ്റുന്ന സ്ഥലമല്ല. ആ കാരണം മീൻപിടുത്തത്തിന്റെ ഒരു കേന്ദ്രമാണ്. അതിനപ്പുറത്താണ് ഇദ്ദേഹത്തിന്റെ സ്ഥലം ഉണ്ടായതെന്ന് മനസ്സിലാക്കിയിട്ട് വന്നു. അത്രയുള്ളൂ. അവിടെ നിന്ന് 8.5 കിലോമീറ്ററോളം വന്നാലാണ് ഈ പ്രഭാസ തീർത്ഥത്തിലെത്തി. അവിടത്തേക്ക് നായാട്ടിനായിട്ട് അല്ലെങ്കിൽ പിടിക്കാൻ വേണ്ടി വന്നപ്പോഴേ ഇത് പ്രയോഗിക്കുന്ന കഥയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, എല്ലാം ഒരുമിച്ച് വേണ്ട വിചാരിച്ചിട്ടാണ്, ദഹിക്കാതാവണ്ട അല്ലേ. ഇത്രയും പറഞ്ഞു. ഇപ്പൊ ശരിയായില്ലേ? ഇതാണ് ശ്രീകൃഷ്ണന്റെ കാലിലേക്ക് തറക്കുന്നത്. ഈ ഏരകപ്പുല്ലുകൾ കൊണ്ടാണ് മദ്യം സേവിച്ച് ബോധം നഷ്ടപ്പെട്ട യാദവകുലം തമ്മിലടിച്ച് ഇല്ലാതാകുന്നത്. യദുകുല സംഹാരത്തിനുള്ള വിത്ത് ആരിട്ടു? ഭഗവാൻ ഇട്ടു. ഇത് പറഞ്ഞു. പിന്നീട് ഭാഗവത ധർമ്മത്തെ കുറിച്ചാണ് കുറച്ച് സമയം പറയുന്നത്. ഭാഗവത ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് പണിയുണ്ട്. 1-ാം ദിവസം രാവിലെ ഒരു 7-3-10 ആളുണ്ടാകുമ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നു. ചായക്ക് നിർത്തിയതിന് ശേഷം പറഞ്ഞത്. അപ്പൊ എത്ര ഉണ്ടായിട്ടുണ്ടാവുള്ളൂ? 7-3-10, 3 വീട മുകളിലും താഴെ 7. സന്തോഷമായിട്ട് പറഞ്ഞിരുന്നു. ഞാൻ 7 എനിക്ക് പറയണം എന്നുള്ളത് കൊണ്ട്, കാരണം ഭാഗവത കഥാകഥനം നടത്തണം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അത് ഇപ്പൊ ആർക്കും പിടികിട്ടില്ലല്ലോ, എന്താ പറഞ്ഞറിയില്ല. ധർമ്മ പ്രോത്സിതപരമോ, നമ്മുടെ നന്മക്ക് വേണ്ടി സ്വത്തും സമ്പത്തും രാജ്യവും അധികാരവും ഒക്കെ ഉണ്ടായിരുന്ന ഋഷീശ്വരന്മാരെ എല്ലാം ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് ചെന്നിട്ട് നമുക്ക് നാട്ടിലുള്ള ഇസം നോക്കാതെ, ജാതി നോക്കാതെ, വിഭാഗീയത നോക്കാതെ, മതം നോക്കാതെ ലോകാസമസ്താസുഖിനോ ഭവന്തു സർവേഷാം സുസ്ഥിർഭവതു സർവേഷാം മംഗളം ഭവതു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. എല്ലാവർക്കും എന്തുണ്ടാവണം? ശാന്തിയും സമാധാനം ഉണ്ടാവണം. ഒരാൾക്കും ദുഃഖം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ച് ഋഷീശ്വരന്മാരാൽ ഉപദേശിച്ച ഒരു ധർമ്മമുണ്ട്. അതാണ് ഭാഗവത ധർമ്മം. ഇപ്പൊ ഭാഗവത ധർമ്മം എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കുമോ? അതൊന്നുമില്ല. എന്താണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല. വേണമെങ്കിൽ പറയാം. എന്താണ്? അറിവില്ലാത്ത ആളുകൾക്ക്, ശ്രദ്ധിക്കണം,
അറിവുള്ള പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ടല്ല ഇത്. അറിവില്ലാത്ത ആളുകൾക്ക് എളുപ്പത്തിൽ ആത്മബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭഗവാൻ നേരിട്ട് ഉപദേശിച്ച ഉപദേശങ്ങളെ ഭാഗവത ധർമ്മം എന്ന് പറയുന്നു. 3 പോയിന്റ് കിട്ടും, എ കിട്ടും, എ പ്ലസ് കിട്ടില്ല, അല്ലേതാണ്. അഞ്ചപ്പുംസാം അവിദുഷാം വിദ്ധി ഭാഗവതാൻഗീതാൻ അത് പറയുന്നുണ്ട് ഇവിടെ അല്ലേ. ഭാഗവത ധർമ്മം പറയുമ്പോൾ അങ്ങനെ തോന്നുന്നു. അപ്പൊ എന്താ ഈ ഭാഗവത ധർമ്മം എന്നൊക്കെ കേൾക്കണോ? ആഗ്രഹമുണ്ടോ? എന്ത് ഭാഗവത ധർമ്മം, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കുറച്ചുണ്ട് അത്ര കേട്ടോ. ഇത് നമ്മളൊക്കെ വരുമ്പോഴേക്കൊക്കെ നാക്കിയെടുക്കണ്ടേ, അതിന്റെ സമയം നമ്മൾ കൊടുക്കണ്ടേ അവർക്കൊക്കെ. അവരൊക്കെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. രാത്രിയിൽ തീരെ ഉറക്കില്ലാതെ 3 മണിക്കൊക്കെ ഇവിടെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഇവിടെ ഞാൻ വിചാരിച്ചത് ആദ്യത്തെ ദിവസം ഇവിടെ രാത്രി നെയ്യും ഇതൊക്കെ വെക്കും, പൂച്ച വരും, എലി വരും എന്നൊക്കെ വിചാരിച്ചു. ഒന്നും വരില്ല, കാരണം ഇവിടെ എപ്പോഴും വളർന്നിട്ട് ആളുകൾ ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട്. കുറച്ച് പേര് ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് രാത്രിയും പകലും ഇതിനു വേണ്ടി ഒരുപാട് കഠിന പ്രയത്നം ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ഈ നിലയ്ക്ക് എത്തിയത്. കുറേ സമാധാനം. പൂച്ച ഒന്നും വന്നിട്ടില്ല, വെച്ചത് ഇതുപോലെ ഉണ്ടാവുന്നുണ്ട് പലതും. എന്താ പറയാൻ കാരണം എന്നറിയോ? ഒരുപാട് പരിശ്രമം ചെയ്യണം. പരിശ്രമം എന്നാ പറയുന്നത്, പലരുടെയും കൂട്ടായ്മയാണ് അല്ലെ ഇത് ശരിക്കും. ഏതായാലും അതുകൊണ്ട് കുറച്ചെന്തെങ്കിലും പറയണല്ലോ. അതുകൊണ്ട് ഭാഗവത ധർമ്മം എന്ന് പറയാൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഉയർന്നതാണ് ഇത്. എനിക്ക് പറയാനുള്ള യോഗ്യതയോ അർഹതയോ പഠിപ്പോ വിദ്യാഭ്യാസമോ ഒന്നുമില്ല. എഡ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, MA ഇല്ല. MA എങ്കിലും മിനിമം വേണം. മാസ്റ്റർ ഓഫ് അജ്ഞാന അങ്ങനെയാണ് സംസ്കൃതത്തിൽ പറയാം. അതൊന്നുമില്ല. പക്ഷെ ഗുരുമുഖത്ത് നിന്ന് കേട്ടതാണ് പറയുന്നത്. ഇപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഒരു പരിഭ്രമില്ലേ? ഇപ്പൊ എല്ലാവർക്കും ഇല്ലേ? ഉണ്ടോ? എന്തോ ഒരു സംഭവമാണ്. അത് ഞാൻ പറഞ്ഞു തരാം. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവ അനുസൃത സ്വഭാവാൽ കരോതി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതൽ. ഇപ്പൊ മനസ്സിലായില്ലേ? എനിക്ക് ഒട്ടും വിവരമില്ല. കാരണം നിങ്ങളൊക്കെ മനസ്സിലാക്കിയ ശ്ലോകം ചില ആൾക്കാർ മനസ്സിലാക്കിയത് ഇതല്ല. അപ്പൊ തന്നെ ഒരു ശ്ലോകം പോലും അറിയില്ല ഇദ്ദേഹത്തിന് എന്ന് കൂടെ തോന്നിയിട്ടു. ഇതിനെയൊന്നും ഞാനത് ചോദ്യം എന്താ? ബുദ്ധ്യാത്മനാവ പ്രകൃതിയെ സ്വഭാവ കരോമി യജ്ഞൽ സകലം പരസ്മി എന്നെല്ലാം വേണ്ടെന്നൊക്കെ ഈ രാജ്യസ്വാമിക്കൊക്കെ തോന്നും ചിലപ്പോഴും. ഈ ശ്ലോകം ഇവിടുന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, സത്താഹത്തിന് പോയിട്ടോ എന്താ അറിയില്ല. അങ്ങനെയല്ല കേട്ടോ. ഭാഗവത്ത് പറഞ്ഞിങ്ങനെയാണ്. എന്താ പറയുക? അങ്ങനെ ചെയ്യണം നമ്മളോട് പറയാണ്. ഇപ്പോഴാണ് കരോതി യജ്ഞൽ, അങ്ങനെ ചെയ്യുന്നതെല്ലാം കായേന വാച മനസ്സ് ഇന്ദ്രിയ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കണ്ണ് മൂക്ക് നാക്ക് കൈ കാല് തുടങ്ങിയ 10 ഇന്ദ്രിയങ്ങൾ കൊണ്ടും. ഇപ്പൊ എല്ലായില്ലേ മനസ്സും ഇന്ദ്രിയങ്ങളും കൊണ്ട് ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ നിങ്ങൾ അതാതിന്റെ പ്രകൃതി സ്വഭാവത്തിനനുസരിച്ച് ചെയ്യുക. എന്താണത്? കണ്ണുകൊണ്ട് കേൾക്കുക, അങ്ങനെയാണോ? അല്ല, അത് ശ്രദ്ധിക്കുന്നുണ്ടോ? കണ്ണുകൊണ്ട് കേൾക്കുക, ചെവി കൊണ്ട് കാണുക, അങ്ങനെയാണോ? അല്ലല്ലോ. കണ്ണിന്റെ പ്രകൃതി സ്വഭാവം എന്താണ്? കാണുക. ചെവിയുടെ കേൾക്കുക. മനസ്സിലായോ? കൈ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. അതാതിന്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഈശ്വരാർപ്പണമായിട്ട് കരോതി നിങ്ങൾ ചെയ്യണം. കരോതി യദ്യൽ സകലം പരസ്മൈ എന്ന് വേണം. നാരായണായേതി സമർപ്പയത്തൽ, അങ്ങനെ ചെയ്യുന്നതൊക്കെ നാരായണനായിക്കൊണ്ട് സമർപ്പിക്കണം എന്നാണ് പറഞ്ഞു തരുന്നത്. അത് അപ്പൊ ഞാൻ സമർപ്പിക്കാന്ന് പറയുമ്പോഴാണ് എന്ത് വരുന്നത്? കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വ്യത്യാസം അങ്ങനെ വരുന്നത്. ഭാഗവത്തിൽ ഇങ്ങനെ പറയും. ഇപ്പൊ മനസ്സിലായോ നിങ്ങള്? എന്ത് സമർപ്പിക്കണം? പൂ അവിടെ സമർപ്പിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് എന്തൊക്കെ കളിക്കുന്നത് ഇത് അറിയണ്ടേ? വാക്കുകളൊന്നായിട്ട് ഒരു പരിചയമില്ലാതായി. അപ്പൊ ഭക്തിയോടുകൂടി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് പഠിക്കണം നമ്മൾ. പുഷ്പങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സമർപ്പിക്കുമ്പോൾ 2 കൈ കൊണ്ടും ഭഗവാനെ സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ മനസ്സറിഞ്ഞിട്ട് അവിടെ വെക്കുന്നതും ഒരു എന്താ പൂവാണ് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് അവിടെ തട്ടുന്നത്. കേട്ടോ, ഇങ്ങനൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവർ തയ്യാറാക്കി കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ യോഗമില്ലാത്തവരുണ്ടാവും. അല്ല, നേരിട്ടത് അവിടെ സമർപ്പിക്കുക, അതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ചെയ്യുന്നതല്ല. ഈ വഴിയിലുള്ള ഒരാൾ ഇങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോൾ ഇവിടെ അമ്പലമുണ്ട്, കുറച്ച് വിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കാം. അദ്ദേഹം വണ്ടി ഓടിക്കാൻ ഓർമ്മിക്കണം, നല്ല വളവുണ്ട്. പ്രകൃതി സ്വഭാവം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഇതൊക്കെ അങ്ങ് വിട്ടിട്ട്
നാരായണ കൃഷ്ണ എഴുതപ്പാന്നൊക്കെ പറഞ്ഞ് 2 കൈ തൊഴാൻ പറഞ്ഞിട്ടില്ല അവിടെ. അദ്ദേഹം എന്ത് ചെയ്താൽ മതി? സ്മരിച്ചാൽ മതി. എന്തുകൊണ്ട്? അദ്ദേഹം അത് പോയെല്ലാം പോയില്ലേ. അതാണ് പ്രകൃതേയ സ്വഭാവം എന്ന് പറഞ്ഞതാണ്. വലിയ ലോറിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഓരോ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഹരേ നാരായണ കൃഷ്ണ വിശ്വസ്മീനമാന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഇല്ലേ? അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ലോറി കൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ധരിച്ചിരിക്കുന്നത്. ഞാൻ നമ്മളിത് 10-34 കൊല്ലമായിട്ട് പല ലോറിക്കാരെയൊക്കെ കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാണ്. പക്ഷെ അങ്ങനെ ആരെങ്കിലും ലോറിക്കാരുണ്ടെങ്കിൽ അവർക്കത് കൊള്ളൂ, അത്രയേ ഉള്ളൂ. സ്വാഭാവികമാണ്. ഞാനങ്ങനെ മുന്നേ തന്നെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇത്തരക്ക് ഓർമ്മയില്ല, ആദ്യം ഓർമ്മയില്ലാതെ പറഞ്ഞു പോയതാണ്. അത് നിമിത്തമാണ്, പലരും നിമിത്തങ്ങളാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് സ്മരിച്ചാൽ മതി. നമ്മുടെ കർത്തവ്യം നിറവേറ്റാണ്. അത് ഈശ്വരാർപ്പണമാണ്. ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ പുഷ്പം സമർപ്പിക്കുക. രാവിലെ ഇത് ഭാഗവത ധർമ്മമാക്കാനാണ് പറയുന്നത്. നമ്മൾ കുറച്ച് പുഷ്പം ഇല്ലേ, ഒരു വിഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചെടുത്ത് അവിടെ ഇങ്ങനെ മന്ത്രം അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യുക. അതിനെ മന്ത്രം ഒന്നും അറിയില്ലെങ്കിൽ വേണ്ട. അത് സത്താഹത്തിൽ വന്നവർക്ക് പിന്നെ മന്ത്രത്തിന് വിഷമമൊന്നുമില്ല, ഇഷ്ടം പോലെ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ എന്ന് പറഞ്ഞ് ചൊല്ലാൻ അറിയുന്നത് പോലെ ചൊല്ലിയാൽ മതി. ചെറിയ തെറ്റ് വന്നാലും ഗുരുവായൂരപ്പൻ കൊടുക്കും, ഭക്തിയോടുകൂടി ആവണമെന്ന് പറഞ്ഞു. അല്ലാണ്ട് തുടക്കത്തിൽ തന്നെ എല്ലാം നേരെയായിട്ട് വരുമോ? ഒരു 1.5 വയസ്സുള്ള കുട്ടി പറയുമ്പോൾ തന്നെ അങ്ങനെ സ്ഫുടമായിട്ടും കേമായിട്ടും ഗ്രാമർ നോക്കിയിട്ടൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല, ബാക്കിയൊക്കെ നേരെയായിട്ട് വരലാണ്. അങ്ങനെ സമർപ്പിക്കുക പുഷ്പം. അത് മനസ്സിലായില്ലേ? നാമം ജപിക്കുന്നവരെ നാമം ജപിക്കുക, എന്തൊക്കെ ചെയ്യാം. ഈ സമർപ്പിച്ചു കഴിഞ്ഞത് പിന്നീട് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ അവിടുത്തെ സമർപ്പിച്ച് ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്ന് എടുത്തിട്ട് ചൂടുമ്പോഴത് പ്രസാദമായി. ഇതാണ് സത്യത്തിൽ ഉള്ളത്. ഇപ്പോൾ പാൽപ്പായസം വെച്ചാൽ എങ്ങനെയാണെന്ന് ഒരു ചോദ്യം ഒരാൾക്ക്. ഈശ്വരാർപ്പണമാക്കും. ഞാൻ എത്രയോ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഈ ഇസ്കോൺ എന്ന് പറയുന്നവരില്ലേ, വിദേശി, അവരൊരു സാധനം പോലും അനാവശ്യമായിട്ട് ഉണ്ടാക്കില്ല. ഭഗവാൻ സമർപ്പിക്കാൻ പറ്റുന്നത് അവർ ഉണ്ടാക്കുള്ളൂ. ചീരക്കറിയൊക്കെ ഉണ്ടാക്കും. ചീരക്കറിയൊക്കെ ഭഗവാൻ ഇഷ്ടമല്ലേ? ഇപ്പൊ 5 ചീര അല്ലെ, ചീരയില കഴിച്ചിട്ട് വന്നത്. ഇതുപോലെ ഞാനൊന്നും സ്വാദുള്ളത് വേറെ കഴിച്ചിട്ടില്ല. പത്രം പുഷ്പം ഫലം തോന്നിയൊക്കെ കൊടുക്കും. അവർ ഈ ചീരക്കറി ആക്കിയാലും ഗുരുവായൂർ അമ്പലത്തില് ഈ മണ്ഡപത്തിൽ വെച്ച് നമസ്കരിക്കുന്നുണ്ട്. സദ്യ മുഴുവൻ വേണം. കാളൻ, ഓലൻ, വറുത്തുപ്പേരി, അതിന് പറയണം, പുളിശ്ശേരി മുതലെല്ലാം വേണം. സാമ്പാറില്ല, രസമില്ല, അച്ചാറ്, നാരങ്ങ ഇല്ല, ഉപ്പിലിട്ടതേ ഉള്ളൂ. അവിടെ പറ്റാവുന്നതൊക്കെ അവിടെ വെച്ച് സമർപ്പിച്ചിട്ട് നിവേദ്യമായിട്ടാണ് പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ സമർപ്പിക്കുകയാണ്. എന്നിട്ട് എല്ലാവർക്കും നോക്കുക. ഇവിടെയൊക്കെ ചിലപ്പോഴുണ്ട്, നമ്മൾ അറിയാത്തവരാണെങ്കിലും ചിലതൊക്കെ മനസ്സിലാക്കിക്കോളൂ. ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കുന്നില്ലേ, ഇവിടെ നിന്ന് നിവേദിച്ചിട്ട് നിവേദ്യത്തിൽ ഇത്തിരി കൊണ്ടുപോയിട്ട് അതിന് പകർത്തുന്നുണ്ട്. എന്തിനാണ്? പ്രസാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുന്നുണ്ടാവില്ലേ? ഉണ്ടാവും. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കുമല്ലോ. അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് നിവേദ്യമൊക്കെ കൊണ്ടുപോയി അതിൽ പകർത്തും, ലേശം കൊണ്ടുപോയിട്ട്. മുഴുവൻ ഇവിടുന്ന് വെച്ചിട്ട് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അത് പ്രസാദാക്കി മാറ്റുകയാണ്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെയൊക്കെ താല്പര്യം. ഈ ശ്ലോകമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സമർപ്പണമായിട്ട് ചെയ്യണം. മനസ്സിലായോ? ആ ഒരു ഭക്തിയോടുകൂടി ചെയ്യുക. എന്തെങ്കിലും ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടല്ല. ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഈശ്വരനിലേക്ക് സമർപ്പണമായി എന്നാണ്. കൊല്ലൂരിൽ ഞാൻ പണ്ടൊക്കെ പോകുന്ന സമയത്ത് 5 രൂപ കൊടുത്താൽ കുങ്കുമാർച്ചന, പുഷ്പാഞ്ജലിയൊക്കെ ഉണ്ട്. കേട്ടിട്ടുണ്ടോ? ഇപ്പോഴെത്രയാണെന്ന് അറിയില്ല. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ ഈ 5 രൂപയുടെ റെസീറ്റ് എടുത്തവര് എന്ത് വേണമെന്നറിയോ? അവിടെ നിൽക്കുക. 5 or 10 ആളൊക്കെ ആകുമ്പോൾ അപ്പോഴവിടെ ഇരിക്കുന്നുണ്ടാവണം. അവിടെ ഇരുത്തും വാതിൽ മാടത്തിൽ. എന്നിട്ട് കയ്യിൽ വെള്ളം ഒക്കെ തന്ന് കൈ നനക്കാൻ പറയും. കുറച്ച് അക്ഷരം പൂവൊക്കെ കയ്യിൽ തരും. എന്നിട്ട് അവിടെ നമ്മൾ പടിഞ്ഞിരിക്കുക. എന്നിട്ട് പേര്, നക്ഷത്രം ഒക്കെ പറഞ്ഞ് ഇന്നത്തെ ദിവസം ഈ സുദിനത്തില് ഏകാദശി സുദിനെ എന്നൊക്കെ പറഞ്ഞ് അവരെന്താണോ വെച്ചാൽ അതൊക്കെ പറഞ്ഞ് ഇന്ന വൈവസ്വത മന്വന്തരെ എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ദുരിതങ്ങള്, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങള്, ഗ്രഹദോഷങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത്, ഗൃഹദോഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളത്, ഇതൊക്കെ തീർത്ത് മഹാവ്യാധികള്, ആധികള് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ഐശ്വര്യം, സമ്പത്ത്, സമൃദ്ധി എന്തൊക്കെയാണ് പറയാന്നറിയില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വേണ്ടിയിട്ട് അമ്മയുടെ പദാരബന്ധത്തിൽ ഇതാ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് ആ മന്ത്രങ്ങളൊക്കെ ജപിച്ച് നമ്മളോട് പറയും, ഈ തട്ടിലേക്ക് എല്ലാം വിട്ടോളൂ ഇല്ലേ. എന്നിട്ട് നമസ്കരിച്ചിട്ട് ആ കൗണ്ടറിന്ന് പ്രസാദം വാങ്ങിച്ചോ എന്ന് പറയും. ഇതെവിടെ എത്തിയെന്നറിയോ? അമ്മയുടെ പാദത്തിലെത്തി. മനസ്സ് കൊണ്ട് എത്തുന്നില്ലെങ്കിൽ മറ്റെന്ത് ചെയ്തിട്ടും കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവാതെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ
മനസ്സിലായത് കൂടി ആ മനസ്സിലാവില്ല കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇതാണ് സമർപ്പണം. ഇത് ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ പാൽപ്പായസം ഒക്കെ എങ്ങനെ ചോദിച്ചാൽ വീട്ടിൽ നിന്ന് ഞായറാഴ്ച 2 കവർ പാൽപ്പായസം കുടിക്കാൻ മോഹൻ തോന്നും. ആയിക്കോട്ടെ, ഇത് അടുപ്പത്ത് വെക്കും, ഗ്യാസിൽ എവിടെയും വെക്കും. വെച്ച് സമയം മുതൽ ഇങ്ങനെ കോരിക്കൊണ്ട് നക്കിക്കൊണ്ടും കോരിക്കൊണ്ടിരിക്കാനും പാടില്ല. പലരും തെറ്റിദ്ധരിച്ച് അങ്ങനെ ഇരിക്കുന്നു. ചില ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ പുതിയ പുതിയ അപ്പോയിന്റ്മെന്റ് വന്നു ചില ക്ഷേത്രത്തിലൊക്കെ. പാൽപ്പായസം എങ്ങനെയാണ്? മധുരം നോക്കുക, ഇത് നോക്കുക, കുടിക്കുക. അങ്ങനെയൊന്നും വേണ്ട. ശരിക്കും ഇത്ര പാലിൽ ഇത്ര പഞ്ചസാര എന്നൊക്കെ നമുക്കൊരു കണക്കുണ്ട്. അത് മാത്രമല്ല, സാമ്പാറിന് ഉപ്പ് മതിയോ നോക്കണമെങ്കിൽ, കാരണം ഗുരുവായൂർ നമസ്കാര സദ്യയൊക്കെ ഉണ്ടാവും, കാലി കഴിച്ചുകൊണ്ടൊക്കെ ഉണ്ടാവും. നക്കി നോക്കിയിട്ടൊന്നല്ല, അവർക്ക് അറിയാം. ഇങ്ങനെ ഇളക്കി നോക്കിയിട്ട് എത്ര ഉണ്ട് ആ പാത്രം നോക്കി കഴിഞ്ഞാൽ ഉപ്പ് കയ്യിലിങ്ങനെ എടുക്കും, അതായിട്ടുണ്ടാവും, മതി, കണക്കായിട്ടുണ്ടാവും. കാരണം വീണ്ടും കുറച്ചുകൂടി എടുക്കുന്നതാണ്. അപ്പൊ അവർക്ക് അത് നോക്കിയിട്ടല്ല, എല്ലാവരും രുചിച്ച് നോക്കിയിട്ടല്ല. വൈക്കത്ത് സ്വാമി ഉണ്ടായിരുന്നു, ഒരു ദേഹക്കാരനുണ്ട്, ഇപ്പോഴുണ്ട്, നമ്പി സ്വാമി. 2.5 ലക്ഷം ആൾക്കാർക്ക് ഒറ്റ ദിവസം ഭക്ഷണം കൊടുത്തിട്ടുണ്ട് മഹാസാത്രത്തിൽ. വൈക്കത്ത് 2.5 ലക്ഷം ആൾക്ക്. അതും 10 അണ്ടാവിലാണ് പുളിശ്ശേരി വെച്ചത്. അതുപോലെ സാമ്പാറാണ്. ഓരോന്നും സെപ്പറേറ്റ് പാത്രങ്ങളാണ്. പക്ഷെ ഒന്നിനും ഒരു കുറവില്ല എന്ന് മാത്രമല്ല, ഒരു പ്രത്യേക രുചിയും ഗുണമൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക്, യജ്ഞമണ്ഡപത്തിലേക്ക് അവസാനം വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ണടച്ചിട്ടാണ് വാരിയിടുന്നത്. എന്തുകൊണ്ടെന്നറിയോ? എൻ്റെ കൈ ഇങ്ങനെ അനങ്ങുന്നല്ലാതെ, ഇതൊക്കെ ഞാനിങ്ങനെ പോയി എന്നല്ലാതെ ഒന്നുപോലും വായിൽ ഒഴിച്ച് നോക്കിയിട്ടില്ല. ഇത് മുഴുവൻ വൈക്കത്തപ്പനാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചതെന്നാണ് പറഞ്ഞു. അതുകൊണ്ട് ആദരവ് എനിക്ക് വേണ്ട, അവിടെ സമർപ്പിച്ചോളൂ എന്നാണ് പറഞ്ഞു. കഴുത്തിലിടാൻ നോക്കുന്ന സാധനം കയ്യിൽ ഇങ്ങനെ വാങ്ങിച്ചിട്ട് നേരെ നടയിൽ കൊണ്ടുവച്ചത് അമ്പി സ്വാമിയാണ്. മനസ്സിലായോ? കാരണം വൈക്കത്തപ്പനാണ് അത്ര ഇവിടെ വിളമ്പി കൊടുക്കാനുണ്ടാവുക, അല്ലേ? ഒരു സങ്കല്പം ഇന്നും പ്രത്യക്ഷമായിട്ടുള്ള അനുഭവമാണ് എന്നാ പറഞ്ഞു. വിശ്വസിക്കുമോ? ഇന്നലെ പറഞ്ഞില്ലേ, ഭാഗവത തീവണ്ടിയിൽ കയറുന്നുണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടാവുക, അല്ലെങ്കിൽ ഭാഗവതം കൊണ്ട് കാര്യമില്ല. അത് അനർത്ഥത്തിന് കാരണമാകും കൂടി തിരിച്ചറിയുക. എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം ചെയ്യുന്നത്? ഇപ്പോൾ പായസമൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അതിൻ്റെ ഒരു സമ്പ്രദായത്തിൽ അറിയില്ലെങ്കിൽ പിന്നീട് വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. 1 ലിറ്റർ പാലിന് എത്ര പഞ്ചസാര വേണം, വരി വേണമെന്നാണ് നിശ്ചയിക്കൽ പാൽപ്പായസത്തിൽ. അല്ലാതെ ഇത്ര അരിക്ക് എത്ര പാല് വേണമെന്നെല്ലാം നിശ്ചയിക്കും. മനസ്സിലായോ? അത്രേ വേണ്ടിയുള്ളൂ. ഒരു ലിറ്റർ അരിയാണ് നല്ല പാൽപ്പായസം വെക്കാൻ. 100 ഗ്രാം തന്നെ തികച്ചും വേണ്ട. അത് നല്ല പഞ്ചസാര പാൽപ്പായസമാണ്. ഒരു 250-300 ഗ്രാം പഞ്ചസാര ഇടുക. പിന്നെ ഇത് വേറൊന്നുമില്ല, ഇതിന്റെ പാകം ഇളക്കി നോക്കിയാൽ മനസ്സിലാവും. വലിയ വലിയ വെള്ളത്തിൽ ചട്ടുകം കൊണ്ട് ഇളക്കിയിട്ട് പായസം, അമ്പലപ്പുഴ പായസമൊക്കെ നക്കി നോക്കിയിട്ടല്ല. ഇങ്ങനെ ചട്ടുകം എടുത്ത് പിടിച്ച് പാകമായോ നോക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് നിൽക്കുക. അവർ ഇങ്ങനെ ഒരു വരയിൽ വരച്ചിട്ട് അവർ മതി, തീ തളിച്ചോളെന്ന് പറയും. ഇതൊക്കെയാണ് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമുക്ക് വിവരമില്ലാത്തവരല്ല ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് വേണമെന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുക. എന്നിട്ട് എവിടെയെങ്കിലും വിളക്കോ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വെച്ച് നമസ്കരിച്ചാൽ അത് സമർപ്പണമായി. യാതൊന്ന് കാൺമതത് നാരായണ പ്രതിമ, യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികൾ, യാതൊന്ന് ചെയ്വതത് നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. ഇതാണ് സമർപ്പണം എന്ന് പറഞ്ഞ കായനവാചയുടെ മലയാളമാണ് പറഞ്ഞത്. യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യൽ തപസ്യസി കൗന്ദേയ തൽ കുരുഷമദർപ്പണം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? തപസ്സായാലും ദാനമായാലും പൂജയായാലും ഭക്ഷണം വിളമ്പലായാലും ഉണ്ടാക്കലായാലും എനിക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഇതാണ് ഭാഗവത ധർമ്മം. നമ്മൾ കുറച്ചൊക്കെ ഭാഗവത ധർമ്മത്തിലൂടെ പോവുക എന്നുള്ളതാണ് ഭാഗവത ധർമ്മത്തിന്റെ ഉദ്ദേശം. അപ്പൊ ഈ ഭാഗവത ധർമ്മമൊക്കെ അറിയുമ്പോൾ ഒരു കാര്യം കൂടി അറിയണം. ഈ ഭാഗവത ധർമ്മം, ഭാഗവതൻ ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഭാഗവതൻ ആരാണ്? ഇപ്പോഴും പേരുകളും പ്രയോഗത്തിലില്ല. പണ്ട് ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ട് വൈദ്യനാഥ ഭാഗവതർ കേട്ടിട്ടുണ്ട്, ഇല്ലേ? ഇങ്ങനെ ഭാഗവതരായിട്ടാണ് പലരും അറിയപ്പെടുന്നത്. ഇന്ന് സംഗീതജ്ഞൻ, അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഭാഗവതർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈശ്വരന്റെ കൃതികളെ ഉണ്ടാവുള്ളൂ. അതിനെ മനസ്സിലാവുന്നുണ്ട്. ഈ മേരി ജോണ് സംഗീതം പഠിച്ചാൽ അവർ പഠിച്ച കീർത്തനങ്ങളൊക്കെ നമ്മുടെ ഈശ്വര കീർത്തനങ്ങളാണ്. അതിന്റെ വ്യത്യാസമാണ്. അപ്പോ ഇനി യേശുദാസ് ആയാലും വിരോധമൊന്നുമില്ല, അല്ലെ? അവരൊക്കെ പഠിച്ചത് ഏതാണ്? ഈ കീർത്തനങ്ങളാണ്. ഒന്നും വിഷയമില്ല. അത് പഠിക്കുമ്പോൾ
പഠിച്ച് അത് ഈശ്വര അർപ്പണമാണ്. അങ്ങനെ ഈശ്വര അർപ്പണമായിട്ട് ഭഗവത് ചിന്തകളോടുകൂടി കഴിഞ്ഞുകൂടുന്നവരെയാണ് ഭാഗവതർ എന്ന് പറയുന്നത്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു അല്ലേ? അത് കണ്ടു കഴിഞ്ഞാൽ ഭാഗവതർ എന്ന് പറയുന്നത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പൊ ഭാഗവതൻ എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിൽ പറയാതെ ഭാഗവതൻ തന്നെയാണ് ഭാഗവതർ. ശരിക്കും ബഹുമാനത്തോട് സ്വാമി എന്ന് പറയും. സ്വാമികൾ എന്ന് പറഞ്ഞാൽ കുറെ പേരൊന്നും ഉണ്ടാവില്ല, ബഹുമാനത്തോട് പറയാം. ഉദ്ധവരുടെ ബദരി യാത്ര എന്ന് പറയും. എത്ര ഉദ്ധവരുണ്ട് നമുക്ക് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒന്നുമില്ല, ഒരു ഉദ്ധവനേ ഉള്ളൂ. പക്ഷെ ബഹുമാന പുരസ്സരം പറയാണ്. അപ്പോൾ ഭാഗവതൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന, അപ്പൊ ശരിക്കും ഭാഗവതൻ എന്ന് പറഞ്ഞാൽ ഇന്ന് എവിടെയും കാണാനൊന്നും കിട്ടില്ല. ഭാഗവതോത്തമനൊന്നും കാണാൻ കിട്ടില്ല. ഭാഗവതോത്തമനെ ഉണ്ടാക്കുന്നത് പ്രസ്സിലാണ്. ഇന്നൊക്കെ കാണുന്നില്ലേ? അവാർഡൊക്കെ കൊടുക്കണമെങ്കിൽ വലിയ വിഷമമൊന്നുമില്ലല്ലോ. ഇന്ന് കണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവാർഡ് കൊടുക്കാം. ഓരോരോ പേരും ഗേമത്തൊക്കെ കിട്ടും. അതിന് വലിയ പണിയില്ല. പക്ഷെ ഇപ്പൊ സത്യം എനിക്ക് തോന്നുന്നത് ഈ പേരൊക്കെ വേണ്ടാന്ന് വെക്കാനാണ് പണി ഇന്നത്തെ കാലത്ത്. മനസ്സിലായില്ലേ? അതാണ് ഇന്ന് പേരും പദവിയും മറ്റും നേടാനല്ലിവിടം പണി തുച്ഛമാമത് വേണ്ടെന്ന് വെച്ചു സംശുദ്ധനാകുവാൻ. ഇതൊന്നും വേണ്ടാന്ന് വെച്ചു ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനാണ് ഇന്നത്തെ കാലത്ത് പണി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭാഗവതൻ ആരാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാൽ ഒരു ലക്ഷണം കൊണ്ട് മനസ്സിലാക്കാന്നാ പറഞ്ഞത്. അതൊന്നും ഇന്ന് നമുക്കൊന്നും പിടികിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണ സഹിതം ഇതിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ അമ്പലക്കാർ ഇതൊക്കെ അറിയേണ്ടതുകൊണ്ട്. അമ്പലക്കാർ നമ്മളെല്ലാവരും കേട്ടോ. അതുകൊണ്ടാണ് എന്താ ഈ അമ്പലത്തിൽ വലിയ പായസമൊക്കെ വെച്ചു, കഠിന പായസം നല്ല ഉരുളിയിൽ വരട്ടിയെടുത്തു. പായസം നിവേദ്യമൊക്കെ കഴിഞ്ഞ് ഉരുളി കഴുകേണ്ടവർക്ക് നല്ല പണി ഉണ്ടാവും അല്ലേ? അവർ കുളത്തിൽ കൊണ്ടുപോയിട്ട് പാത്രം കഴുകാൻ കുളമുണ്ട്. ആ കുളത്തിൽ രണ്ടാമത്തെ പടവിലൊന്ന് മുക്കി വെക്കും. പിന്നെ എളുപ്പമായി കുറച്ച് കഴിഞ്ഞാൽ പോയിട്ട് എടുത്തിട്ടൊന്ന് ഇതാക്കാം. അങ്ങനെ മുക്കി വെച്ചിട്ട് കുറെ പാത്രങ്ങൾ മുക്കി വെച്ച് കുറെ സാധനം കൂടി ഇങ്ങോട്ട് എടുത്തപ്പോൾ ഒരു ഉരുളി അവിടെ വെള്ളത്തിൽ തന്നെ ആയിപ്പോയി. എന്നിട്ട് ഉരുളി കാണുന്നില്ല എന്ന് പറഞ്ഞ് മൊത്തം ബഹളായി. നമ്മൾ കന്നഡ വരുന്ന പോലെ മനസ്സിലായി. കന്നഡ ഇവിടെ വെക്കും. എന്നിട്ട് മൊത്തം വരുന്നത് എന്താ നിങ്ങൾ വരുന്നത് പറയും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ആകെ സമയം വൈകുന്നത്. അവസാനം കുറെ സമയം വൈകി ബസ് പോയതിനു ശേഷം എന്താ പറഞ്ഞ കന്നഡ കാണുന്നില്ല. കന്നഡയിലെ നിങ്ങളെ കത്ത് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയാണ് ഭയങ്കര പെരുതി നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരാൾ പോയിട്ട് നോക്കിയിട്ട് വിവരം പറഞ്ഞു, കുളത്തിൽ വെള്ളത്തിൽ ഉരുളിയുണ്ട്. ഇത് അറിഞ്ഞിട്ടില്ല തോന്നുന്നു. മറ്റൊരാൾ വേറെ അന്വേഷണം നടത്തുന്നുണ്ട്. വേറൊരാൾ പോയിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞെന്താ അറിയോ, ഉരുളിയിൽ വെള്ളമുണ്ട്, കുളത്തിലുണ്ട്. മനസ്സിലായോ? രണ്ടുപേരും പറഞ്ഞത് വ്യത്യസ്ത. അടികൂടാൻ നല്ല ചാൻസായി. പക്ഷെ മധ്യസ്ഥക്കാരൻ പറഞ്ഞു, ഇയാൾ പറഞ്ഞത് ശരിയാണ്, വെള്ളത്തിൽ ഉരുളിയുണ്ട്. നിങ്ങളെന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞല്ല, ഉരുളിയിൽ വെള്ളമാണ്. ആ ഉരുളിയിൽ വെള്ളമുണ്ട്. മുക്കി വെച്ചാൽ അങ്ങനെ ഉണ്ടാവുക? ഉരുളിയിൽ വെള്ളം ഉണ്ടാവും, വെള്ളത്തിൽ ഉരുളി ഉണ്ടാവും ഇല്ലേ? ഇതുപോലെ ഈ ഗുരുവായൂരപ്പന്റെ സ്വരൂപത്തെ, ഭഗവാന്റെ സ്വരൂപത്തെ നമ്മൾ ശ്രീലകത്ത് കാണുന്ന സമയത്ത് ഭഗവത്ഗീതയിലെ ഒരു വാക്ക്, മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന, എന്റെ സ്വരൂപങ്ങളാണ് ഈ ചരാചരങ്ങൾ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ഓർമ്മിക്കണം. ഇതിനകത്ത് മാത്രമേ ഈശ്വരനുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. വിഗ്രഹത്തിൽ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, വിഗ്രഹത്തിൽ എന്താ ഈശ്വരനുണ്ടോ? വിഗ്രഹത്തിലേ ഉള്ളൂ ഈശ്വരൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാനും പറയുന്നതാണ്, ഭാഗവതം പറയുന്നത് തന്നെയാണ്. വിഗ്രഹത്തിൽ മാത്രമല്ല, ഈ ചരാചരങ്ങളുടെ മുഴുവനുള്ളിൽ ഈശ്വരൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാത്തിനും ഒരുപോലെ മാനിക്കണം എന്നല്ലേ അർത്ഥപ്പോ. അപ്പൊ നമ്മൾ തൊഴാൻ പോകുന്നവരൊക്കെ ചിന്തിക്കേണ്ടതെന്നാണെന്ന് പറയുന്നത്, ഈ വിഗ്രഹത്തിൽ ഈശ്വരനുണ്ട് അല്ലേ? അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണുന്ന ചരാചരങ്ങളിലും ഈശ്വരനുണ്ട്. വിഗ്രഹത്തിൽ ഈശ്വരൻ ഉള്ളതുപോലെ. അപ്പൊ അതെങ്ങനെ കണ്ടെത്തുക? ഈ ചരാചരങ്ങളിൽ ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പനിൽ ചരാചരങ്ങളെയും കാണാം. ഉരുളിയിൽ വെള്ളമുണ്ട്, വെള്ളത്തിൽ ഉരുളിയുണ്ട്. അത് ആർക്ക് പറ്റും എന്ന് അറിയില്ലല്ലോ. ആ പറ്റുന്നവരാണ് ഭാഗവതോത്തമൻ. പിന്നെ ഭാഗവതോത്തമന്റെ വേറൊരു ലക്ഷണം നമുക്ക് പറയാം. എന്തെങ്കിലും ഒരു വിഷയമൊക്കെ വരുന്ന സമയത്ത് വലിയ നമ്മളെ ഹൃദയത്തിൽ വല്ലാതെ തട്ടും. പക്ഷെ അങ്ങനെ വന്നാലും ഭാഗവതോത്തമന്മാരാണെങ്കിൽ അവർ തലത്തിലെത്തിയവര്, ഇവിടെ ഈ കൂടിയവരൊന്നും ആരും ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കൂടിയവരിൽ മുകളിലോ താഴെ ഇരിക്കുന്നവരിൽ അങ്ങനെ ഉണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊരു വലിയ വിഷയമാവില്ല. ശാപവും അനുഗ്രഹവും സുഖവും ദുഃഖവും ഒരുപോലെ ഏറ്റെടുക്കും സന്തോഷത്തോടു കൂടിയിട്ട്. എന്തുകൊണ്ടാണ്? ഇത് മായയാണ് എന്ന് കണക്കാക്കും. അങ്ങനെയുള്ളവരാണ് മായ. ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പൻ
ദ്വാരകയൊക്കെ പഠിച്ച് ഒരുപാട് കാലം താമസിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം പറയുന്നത് എനിക്ക് ഈ ദ്വാരക നിർത്താൻ പറ്റും തോന്നില്ല, 7-ാം ദിവസത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിന്നെ നമ്മുടെ സ്വത്ത് നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല. ഇതാണ് ഭാഗവതോത്തമന്റെ ലക്ഷണം. ഇതിന്റെ ശ്ലോകങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് സംസ്കൃതം മനസ്സിലാവില്ല എന്ന് എനിക്ക് കുറേയൊക്കെ അങ്ങനെയൊക്കെ വിഷമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇല്ലേ പരമാവധി ലളിതമാക്കിയിട്ടാണ് ഈ പഴയ തത്വങ്ങളൊക്കെ പറഞ്ഞത്. മനസ്സിലാവാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് രണ്ടുപേരുടെയും സമയം കളയണോ? 2-ാം ക്ലാസ്സിലേക്ക് ഈ BScയുടെ കെമിസ്ട്രി കൊണ്ടുപോയിട്ട് 2 മണിക്കൂർ അങ്ങ് പ്രസംഗിച്ചിട്ട് 2 പീരീഡ് 1.5 മണിക്കൂർ പ്രസംഗിച്ച് അവരുടെ സമയവും പോയി, അവരെ പിടിച്ചു കെട്ടിയിട്ട് കാര്യം, നമ്മുടെ സമയം പോയി. അവിടെ വേണ്ടതല്ലേ കൊടുത്തിട്ട് കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? കണ്ണിൽ കാണുന്നത് കടിയായി മറയും, കാണാത്തതു നാം എങ്ങനെ അറിയും, ഒന്നു നിനയ്ക്കും മറ്റൊന്നാകും, മന്നിതുമായ നാടകരംഗം, ഈശ്വര ചിന്ത ഇതൊന്നേ, മനുജന് ശാശ്വതമീ ഉലകിൽ. ഈ ശ്ലോകം കേട്ടില്ലേ? ഈ മായയാണ് ഭാഗവതോത്തമന്റെ ലക്ഷണാനിത് പറഞ്ഞത്. കണ്ണിൽ കാണുന്നത് കളിയായിട്ട് മാറി, കാണാത്തതിന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒന്ന് നിനയ്ക്കും മറ്റൊന്നാണ്. ഇതാണ് മായയുടെ പ്രത്യേകത. അപ്പൊ മായക്ക് 2 ഭാവങ്ങൾ. എന്തൊക്കെയുണ്ട് മായക്ക്? 2 ഭാവങ്ങൾ. ഒന്ന്, ഉള്ളതിനെ ഇല്ല എന്ന് തോന്നിപ്പിക്കും. ചില ആൾക്കൊക്കെ അങ്ങനെ ഉണ്ട്. നാം പറയുന്നറിയില്ല. ഒരാൾ വരും, എന്നിട്ട് എവിടുന്നോ വരുന്നതാണ്, വന്നിട്ട് ആ കല്ലിലെല്ലാം വെള്ളം ഒഴിക്കും, അല്ലെ, പാലഭിഷേകം, ഇളനീരഭിഷേകം, ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ എന്താ ഉള്ളതും അല്ലേ? അതിനുള്ളിൽ എന്താ ഉള്ളത്? ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ മണിയടിക്കുക, ഇതൊക്കെ ചോറൊക്കെ കൊണ്ടുവന്നിട്ട് ഇടുക, എന്നിട്ട് നമസ്കാരം, വീണതാണോ എന്ന് തോന്നി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇല്ല, ലോകത്തിലുള്ളതാണ്. അപ്പൊ എന്താ കാരണം എന്നറിയോ? ഈ ഉള്ളതിനെ ഇല്ല എന്ന് തോന്നിയിട്ടാണ് അവർ മുഴുവൻ പറയുന്നത്. അതിനാണ് മായ എന്ന് പറയുന്നത്. ഇനി വേറെ ഒന്നുമില്ല. ഇതിന്റെ ലക്ഷണം പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞത് ചിലപ്പോഴും പിടികിട്ടാത്തവരുണ്ടാവും. ഒരു 12:30 മണിയായി വീട്ടിലേക്ക് എത്തുമ്പോൾ രാത്രിയിൽ വഴി നല്ല വീതി ഉണ്ടെങ്കിൽ അവർക്ക് വീതി പോരാൻ തോന്നുന്നു നടക്കുമ്പോൾ. അങ്ങനെ എത്തിയപ്പോ മരങ്ങളുടെ ഇടയിലൂടെ, ആ വീട്ടുമുറ്റത്തുള്ള മരങ്ങളുടെ ഇടയിലൂടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് എത്തണം. അതിന്റെ മുകളിലെത്തുമ്പോഴേ വിളിക്കുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് പറഞ്ഞല്ല, പുഷ്പാഞ്ജലി അങ്ങനെ പറയുന്നുണ്ട്. ഭരണിപ്പാട്ട് പോലെ നോക്കിക്കോളും, എന്തെങ്കിലുമായിട്ട് പറഞ്ഞു ചോദിക്കുന്നുണ്ട്. പറഞ്ഞു ഈ ഇലകളുടെ ഇടയിലൂടെയുള്ള മങ്ങിയ വെളിച്ചമുണ്ടല്ലോ, ആ മങ്ങിയ വെളിച്ചത്തിന്റെ ഇടയിൽ ഇങ്ങനെ കണ്ണ് തുറക്കുന്നുണ്ട്. ആ സ്റ്റെപ്പ് എത്തിയില്ല, അതിന്റെ അരികിലെത്തിയുള്ളൂ. കുറെ താഴ്ച, ഒരു 3-4 മീറ്റർ കെട്ടിയതാണ്. ഇതിനെ റോഡ് സൈഡൊക്കെ കെട്ടുന്ന പോലെ കെട്ടിയതാണ്. സ്റ്റെപ്പ് വേറെ വഴിക്കുണ്ട്, അതിനെവിടെയാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ കുറച്ച് മുകളിലെത്തിയപ്പോ എന്തോ ഭാഗ്യം, ചവിട്ടാൻ നോക്കി ഇല്ല, കാലെടുത്ത് വെക്കുമ്പോഴേക്കും ഈ മങ്ങിയ വെളിച്ചൊന്നും വേറെ കയ്യിലില്ലല്ലോ. ഒരു സാധനം വളഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തോന്നുമ്പോൾ വളയുണ്ടോ സംശയം തോന്നി. ഇളയപ്പനല്ല, എന്താണ് വളയപ്പൻ, എങ്ങനെ പറയാറില്ല, അതാണ്. ഇദ്ദേഹം പെട്ടെന്ന് ചെയ്യുന്നത്, ഇത് കണ്ട ഉടനെ പറയിലോട്ട് ചാടിയപ്പോ ഈ അറ്റത്തുള്ള കല്ലിലാ ചവിട്ടിയത്. മുകളിലത്തെ വലിയ കല്ലില്ലേ, അത് ഉരുണ്ട കല്ലൊക്കെ കൊണ്ട് കെട്ടിയതാണ്. അതിന് ചവിട്ടിയതും തെന്നി മറിഞ്ഞടിച്ച് വീണു. എവിടെയൊക്കെ പൊട്ടിയെന്നറിയില്ല. ബോധം വന്നപ്പോഴും പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു പഴയ ഫാൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതിന്റെ തേപ്പൊക്കെ അടന്നു വീണിട്ടുണ്ട്. മിക്കവാറും ജില്ലാ ആശുപത്രി ആയിരിക്കും, അല്ലെ, പഴയ അവിടെ എത്തിയിട്ടുണ്ട്. ബോധം വന്നപ്പോൾ എന്താ ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ, എന്ത് പറഞ്ഞു, എന്തോ ഒരു നല്ല കാര്യം, ഭാഗ്യമുണ്ടെന്നാണ് പറയുന്നത്. ഭാഗ്യമുള്ള ആളെന്താണെന്നറിയോ? കയ്യും കാലും മുഴുവൻ പൊട്ടി, എന്നിട്ട് ഇനി മുദ്രയ്ക്കാന്ന് എണീക്കാൻ പറ്റില്ല. അപ്പോഴെന്താ പറയുന്നത്? ഭാഗ്യം കൊണ്ട് ഞാൻ ചവിട്ടിയിട്ടില്ല. പറഞ്ഞ് മനസ്സിലായോ? സത്യതാണ് അല്ലേ? ഭാഗ്യം കൊണ്ട് ചവിട്ടിയില്ല. പിറ്റേ ദിവസം ആളുകൾ വരാൻ തുടങ്ങി, കാണാൻ വേണ്ടിയിട്ട് വരുന്നു. ആപ്പിളും ഒന്നും പറയണ്ട, ഇത് ട്യൂബൊക്കെ ഇട്ടിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. ആ ഫ്ലാസ്കിൽ കോഫി വേറെ, ഹോർലിക്സ് വേറെ, ഇതൊക്കെ കൊണ്ടുവന്ന് സഹോദരൻ വന്ന് ഉച്ചക്ക് കഞ്ഞിയും കൊണ്ടുവന്നു. അതാണ് നല്ലതെന്ന് പറഞ്ഞത്. വന്നപ്പോൾ സഹോദരന് ഈ സംഭവം എല്ലാം മനസ്സിലായപ്പോൾ അദ്ദേഹം പിന്നെ എവിടുന്നാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ മാവിൻ്റെ അടുത്ത് നിന്നാണ്, മുകളിലുള്ള നമ്മുടെ ഗോമാവിൻ്റെ തൊട്ടിപ്പറന്ന സംഭവം എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇദ്ദേഹം പോയിട്ട് മുഴുവൻ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ആ പാമ്പ് അവിടെ തന്നെ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ?
അദ്ദേഹം പകലാണ്, ഉച്ചക്കാണ് നോക്കി. അപ്പോൾ പാമ്പ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. എന്തായിട്ടുണ്ട്? അമ്മമാരായിരിക്കും ചത്തു പോയിട്ടുണ്ട്. നല്ല അത് പണ്ട് ഈ വാഴക്കൊല കെട്ടുന്ന ആടിനൊക്കെ കിട്ടുന്ന ഒരു കയറുണ്ട്. കൊലക്കയറെന്ന് പറയുന്നത് കുലക്കയറെന്ന് പറയില്ല കേട്ടോ. കൊലക്കയറ് കണ്ടില്ല? ഒരു വണ്ണം, കുറച്ച് വണ്ണമുള്ള ചൂടിയേക്കാൾ കുറച്ച് വലുതൊരു കൊലക്കയറുണ്ട്. അതിലാണ് ഈ കൊലകളൊക്കെ കെട്ടിയിട്ട്, അല്ലാതെ കെട്ടിന് കിട്ടുന്നതല്ല. ആ കയറിന്റെ കഷ്ണം എന്തോ തൈരിന്റെ പാത്രത്തിന് കൊണ്ട് ബക്കറ്റിൽ ഇങ്ങനെ കെട്ടിയിട്ടാണ് കൊടുക്കുക. അത് കൊണ്ടുവന്നത് അവിടെ വലിച്ചെറിഞ്ഞതാണ്. അത് വളഞ്ഞു കിടന്നതാണ് ഈ സംഭവത്തിനൊക്കെ കാരണം. ഇപ്പൊ മനസ്സിലായോ? ഇത് കണ്ടിട്ടാണ്, മങ്ങിയ വെളിച്ചത്തിൽ കണ്ടിട്ടാണ് ഇനി 3 മാസത്തെ കിടപ്പും ഇപ്പോഴത്തെ ഓപ്പറേഷനും എന്തൊക്കെ വേണ്ടി വന്നു, അത് മുഴുവൻ വേണ്ടി വന്നത് ഇതുകൊണ്ടാണ്. നേരെ മറിച്ച് അദ്ദേഹം നല്ല ശ്രദ്ധിച്ചിട്ട് പോവുകയും ഒരു ടോർച്ച് കയ്യിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാവുകയാണോ ചോദിക്കുന്നു. ഉണ്ടാവുക ഇല്ല. ഇതിനെയാണ് മായ എന്ന് പറയുന്നത്. എന്താണ്? ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നി. അതുകൊണ്ട് മായ കൊണ്ട് പല വിഷമങ്ങളുണ്ട്. അതിനെയാണ് മായ എന്ന് പറയുന്നത്. ചില പെൺകുട്ടികൾക്ക് പേരും വിളിക്കാറില്ല. ഇല്ല, വിളിക്കാറില്ലേ? മായ എന്ന് വിളിക്കാറില്ല. വിളിക്കുന്നത് നല്ലതാണ് അല്ലേ? മായ എന്ന് വിളിക്കാറില്ല. ഇനി മറ്റൊരു മായയും കൂടി ഉണ്ട്. മായ എന്ന് തന്നെ വിളിക്കാം. മറ്റൊരു മായ അതെന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് ഒരു ഒഴിഞ്ഞ വീടുണ്ട്. ഒരു വലിയ പറമ്പാണ്. അതോ കേസിലുണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ അതൊന്നും കെട്ടിടമൊന്നും അങ്ങനെ പഴയതായിട്ടുണ്ട്. അവിടെ വൈകുന്നേരമായ ആളുകൾ കൂടി എന്നിട്ട് ചില ലാമ്പുകളൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെറിയുന്നതാണ്. എന്ത് കളിയാണ്? ചീട്ട് കളി. നല്ല പൈസയുടെ ഇടപാടാണ്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു 9 ആകുമ്പോൾ പോലീസിന്റെ ജീപ്പ് വന്നു. ആ ട്രൗസറൊക്കെ ഇട്ടിട്ടുള്ള പോലീസ്. പഴയതാണ് കഥ പറയുന്നത്, ഭാഗവതത്തിലുള്ളതല്ല, പുറമെയുള്ളതാണ്. പഴയതുമാണ്. വന്നു. ഉള്ള അനുഭവമാണ് കേട്ടോ. നമ്മൾ പത്രം പണ്ടേ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അന്ന് കുറച്ചുകൂടെ വലിയ പത്രമായിരുന്നില്ല. ഇവരിങ്ങ് വന്ന് ജീപ്പിൽ നിന്ന് ഇറങ്ങി, ഓണടിക്കാതെ വന്ന് കുറച്ച് മുകളിൽ നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് ചാടി വരുമ്പോഴേക്ക് ഇവരെല്ലാം കൂടി ഉള്ളതൊക്കെ വാരി എടുത്തിട്ട് ഓടിയെത്താൻ. ഓടിയപ്പോൾ ഒരാൾ അങ്ങോട്ട് ഓടി, ഒരാൾ ഇങ്ങോട്ട് ഓടി, ഒരാൾ താഴോട്ട് ഓടി, പറമ്പിലേക്ക് ഓടി. ആ ഓടിയ സമയത്ത് പിന്നെ അയാളെ കണ്ടില്ല. പിറ്റേ ദിവസം ഉച്ചക്ക് കിണറ്റിൽ നിന്ന് ജഡം കിട്ടി. അത് പോയി ആ കിണറുണ്ട് തന്നെ അറിഞ്ഞ പിറ്റേ ദിവസം ഉച്ചക്കാണ്. ഇത് നിറച്ചും പുല്ലും പായലും വന്ന് മൂടിയിട്ടുണ്ട്. വയലിനോട് ചേർന്നുള്ള കിണറാണ്, ഉപയോഗിക്കില്ല. അപ്പൊ എന്തായി? ഇത് വലിയ കിണറാണെന്നും ഇതിൽ വെള്ളമുണ്ടെന്നും ഒന്നും ആരും കണ്ടില്ല. ഈ പുല്ലും പായലും മൂടിയിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഇയാൾ ഈ ഓട്ടത്തിൽ എതിർ വീണുപോയി. മറ്റവരൊക്കെ പോയില്ലേ. അങ്ങനെയാണ് വെള്ളം കുടിച്ച് മരിച്ചത്. ഞാൻ ആ വെള്ളം കുടിച്ച് മരിച്ചതൊന്നല്ല അതിന്റെ അർത്ഥം. എന്താ ഉണ്ടായെന്നറിയോ? വെള്ളമുള്ള കിണറ് വെള്ളം ഇല്ലാത്ത പുല്ല് മൂടി എന്തോന്നാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആണ് അദ്ദേഹത്തിന് പറ്റിയത്. അപ്പൊ ഇതും മായയാണ്. ഉള്ളതിനെ ഇല്ല എന്ന് തോന്നിക്കുന്നതും മായയാണ്, ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് തോന്നിക്കുന്നതും മായയാണ്. ഇതാണ് മായയുടെ രണ്ട് വശം. ഇങ്ങനെ നമ്മൾ ക്ലാസ് ആയിട്ട് എടുത്താൽ എത്ര 8 കൊല്ലത്തേക്കുണ്ട് ഏകാദശി സ്കന്ധം മാത്രം ഇല്ലേ? അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈശ്വരാരാധന ചെയ്യുക. ഇനി മായയെ തരണം ചെയ്യാനുള്ള വല്ല മാർഗമുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കുക. എല്ലാവരും ദുഃഖത്തിലാണ്, പലതരത്തിലും. മായാപിശാചി പരിമർദ്ദിതാനാം. ഓരോരാൾക്കും ഓരോ വിഷമം, ഓരോ തരത്തിലുള്ള ദുഃഖങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. മായയിൽ പെട്ടിട്ട് വിഴരുകയാണ് നമ്മൾ. സംസാര സാഗരത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളില്ലാത്തവരൊന്നും ഉണ്ടാവില്ല. ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് കുഴപ്പമില്ല. അപ്പൊ ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ലഘൂകരിക്കാൻ പറ്റുക എന്നറിയാം. അതുകൂടി മനസ്സിലാക്കിക്കോളൂ. ഒരു കുട്ടി മറ്റൊരു കുട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് ഒരു കുട്ടി പറഞ്ഞു, 9ാം ക്ലാസ്സിലൊന്നും പഠിക്കുന്ന കുട്ടിയാണ്. ഇവിടുത്തെ കഥയല്ല, ഞാനത് വേറൊരു കഥയാണ് പറയുന്നത്. ഇവിടുത്തേതല്ല. ഈ നാട്ടുകാരായിട്ട് ഇതിന് ബന്ധമില്ല എന്ന് ആദ്യമേ തന്നെ ബോധ്യപ്പെടുത്തുന്നു. ഈ കുട്ടിക്കുള്ള പ്രശ്നം എന്താ അറിയോ? 100-100ലധികം രൂപ കഷ്ടിച്ച് കൂലി കിട്ടും. രാവിലെ മുതൽ അച്ഛൻ പണിയെടുത്താൽ പിന്നെ അദ്ദേഹത്തിന്റെ കാര്യമൊക്കെ നടത്തി വീട്ടിലെ ചെലവിനെ മതിയാവുള്ളൂ. പക്ഷെ ഈ കുട്ടിക്ക് എന്ത് വേണമെന്ന് സ്പോർട്സിന്റെ ഷൂവാണ്, നല്ല കാശ് കൊടുക്കണം. പറഞ്ഞു ഇങ്ങനെ, ഞാനൊരു കുറച്ച് തുടർച്ചയായിട്ട് പണി കിട്ടുകയാണ്, നിനക്ക് ഞാൻ ഓണത്തിന്റെ അടുത്ത് വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അല്ല, എനിക്ക് എപ്പം വേണം കൊണ്ട് നെല്ലവിളിയും ബഹളമൊക്കെ. അതിന് എത്ര 1000-ലധികം രൂപ കൂടി. ഇദ്ദേഹത്തിന് ഒരു മാസം കിട്ടുന്നില്ലാതെ ചെലവും കഴിഞ്ഞിട്ട് ബാക്കിയാവണ്ടേ? ഞാൻ വാങ്ങിച്ചു തരാമോ നെല്ലവിളി. അവസാനം ആ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് കൂടി വാങ്ങിക്കാൻ തീരുമാനിച്ചു പോയി. ഈ ബഹളം കെട്ട് കഴിയില്ലാന്ന് വെച്ച് വാങ്ങിക്കാൻ പോയി. പോയപ്പോൾ ആ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നൊരു സ്ഥലമുണ്ട്. ബസ് ഇതിലെ കയറിയിട്ട് അങ്ങനെ ഒരു പ്രദക്ഷിണം ചെയ്യുന്നില്ല, അപ്രദക്ഷിണമാണ്.
പ്രദക്ഷിണം ചെയ്താൽ നന്നായി പോയെങ്കിലും വിചാരിച്ചിട്ടൊന്നും അറിയില്ല. ആ പ്രദക്ഷിണമായിട്ട് പോവാണ്. ആ കയറുന്നിടത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു ഷാൾ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കാശൊക്കെ ഉണ്ട്, 10 രൂപ, കുറേ നാണ്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഷാൾ അനക്കുന്നുണ്ട്. അടുത്ത ആരും വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഈ ഷാളൊന്ന് മാറ്റി കൊടുക്കുമ്പോഴേക്കും ഇവിടെ ഈ അരക്ക് ഈ 2 ഭാഗത്തും മുറിഞ്ഞിട്ടാണുള്ളത്. അവിടെ ഇങ്ങനെ ഉണങ്ങുന്നൊന്നുമില്ല, കുറേ പഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട്. ഉണങ്ങിട്ടൊന്നും താഴോട്ടൊന്നുമില്ല. പിന്നെ ഒരു ട്യൂബ്, ടയറിൻ്റെ കൂടെ ഉണ്ടാകുന്ന ട്യൂബില്ല, അതിങ്ങനെ ഇവിടെയൊക്കെ വെച്ച് കെട്ടിയിട്ട് അതിലാണ് ഇരിക്കുന്നത്. ആരാ കൊണ്ടിടുന്നൊന്നും എനിക്കറിയില്ല. ഇതാണ് ഞാൻ കേട്ടത്. ഇതാണ്. അപ്പോൾ ഈ കുട്ടി ഇത് 2 പേരും പോകുമ്പോൾ ഇതിങ്ങനെ കാണിച്ചല്ല. കുട്ടിക്ക് തറച്ചു. എന്താണ് നോക്കി, എന്താ വെച്ചാൽ ഇയാളെ കാലെന്താന്ന് വെച്ചു. അപ്പോൾ അയാൾക്ക് 2 കാലും അയാൾക്ക് കീഴ്പോട്ടില്ല. അപ്പോൾ ഉടനെ ഇദ്ദേഹം ചോദിച്ചു, ഇയാൾക്ക് ഏത് ചെരുപ്പ് ഇടാൻ പറ്റുക? അച്ഛനോട് ചോദിച്ചു, ഇയാൾക്ക് ഏത് ബ്രാൻഡ് ഇടാൻ പറ്റുക? നീ പറഞ്ഞു എനിക്ക് ബ്രാൻഡ് ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു. ഇയാൾക്ക് ഒരു ചെരുപ്പ് ഇടാൻ പറ്റുന്നില്ല, 2 കാലും ഇല്ല. അപ്പോൾ നമ്മൾ സാധാരണ ഞാൻ വാങ്ങിക്കാന്ന് പറഞ്ഞത് പോരെയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ചെരുപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം ഭഗവാൻ ഓടിച്ചാടി നടക്കാനുള്ള 2 കാല് തന്നിട്ടുണ്ടല്ലോ എന്നാണ്. ഇദ്ദേഹത്തിന് ഇതും ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. അപ്പൊ ഇതാണ്, അപ്പോഴാണ് കിട്ടിയത്, സ്വർഗമാണെന്നുള്ള തോന്നലിലേക്ക് എത്തിയത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ലോകം മുഴുവൻ എങ്ങനെയാണ്? അതിന് 1-ാം ദിവസം പറഞ്ഞിടത്തേക്ക് നമ്മൾ വീണ്ടും എത്തിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. നളിനി ദളഗത ജലമതി തരളം തദ്വജീവിതം അതിശയ ചപലം വിധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഗതം സമസ്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതി. താമരയിലയുടെ മുകളിൽ വെള്ളമൊഴിച്ചതുപോലെ അതിങ്ങനെ മുത്തുപോലെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് അനങ്ങിയാൽ തീർന്നില്ല. ഇതുപോലെയാണ് പണവും പ്രതാപവും നേടിയെടുത്തു പണി ചെയ്തു ജന്മം കളയുന്നു കഷ്ടം അവസാനമെല്ലാം കൈവെടിഞ്ഞു 6 അടി മണ്ണിൽ എരിഞ്ഞെരിഞ്ഞടങ്ങും നീ മനുഷ്യനായി എന്തിനി മണ്ണിൽ പിറന്നു മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്. അയച്ചവൻ നിന്നെ തിരിച്ചു വിളിച്ചാൽ തിരിഞ്ഞു നോക്കാതെ നീ തിരിച്ചു ചെല്ലണം. മരിച്ചു നീ പിരിയുമ്പോൾ കരയും നിൻ ബന്ധുക്കൾ അറയ്ക്കുന്ന പ്രേതമായി വെറുക്കുന്നു നിന്നെ. കിട്ടുന്നോ? അപൂർവമായിട്ട് കിട്ടുന്നല്ലേ? ചില ഭാഗവതോത്തമന്മാര് ഉണ്ടാക്കിയതിനാണ് അനുഭവം. ഇതിലെ അനുഭവം തീക്ഷ്ണ അനുഭവം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ തിരിച്ചറിയുക. ഇതിനിടയിലാണ് അടിപിടി, ബഹളം, എന്തൊക്കെയാണെന്നറിയാം ലോകത്തിൽ നടക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തിന്റെ അവസ്ഥ അതാണ് തിരിച്ചറിയുക. എത്ര നമ്മളിത് കാണുന്നില്ലേ, നിത്യേന കാണുന്നതാണെന്ന്. ഈ കണ്ടിട്ടൊക്കെ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? കാര്യം ലോകത്തിൽ എങ്ങനെയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മായയെ തരണം ചെയ്യാൻ നമുക്ക് പരിശ്രമം ചെയ്യണം. മായയെ തരണം ചെയ്യാനുള്ള മാർഗം ഇപ്പൊ ഞാൻ പറഞ്ഞാലേ, മായ ഉള്ളതില്ലാന്ന് തോന്നുക, ഇല്ലാത്തതുണ്ട് തോന്നുക, അല്ലേ മായ. പക്ഷെ അതിനെ തരണം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിന്തിക്കണ്ടേ? അതിനെ തരണം ചെയ്യാനാണ് നമ്മൾ ദൃഢമായിട്ടൊരു വിശ്വാസം. വെറുതെ കുറച്ച് മസിൽ പവറും കൈക്കരുത്തുണ്ടായാൽ നമുക്ക് ഒന്നും ആവില്ല എന്ന് തിരിച്ചറിവുണ്ടാകണം. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോധനുദ്ധര. ഇവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ അവിടുത്തെ മാത്രമാണ് അർജുനന്റെ അമ്പിനും വില്ലിനും ഈ കൈക്കരുത്തിനും കേമത്തുണ്ടായത്. എപ്പോഴും കൃഷ്ണൻ മറിഞ്ഞുവോ? അർജുനൻ ഈ ഗാന്ധീവം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് സ്ത്രീ ജനങ്ങളെ രക്ഷിക്കാൻ പറ്റാതെ നിലവിളിച്ചുകൊണ്ട് ഗാന്ധീവം പൊക്കിയിട്ടല്ല, വലിച്ചിഴച്ചുകൊണ്ട് ഹസ്തിനപുരത്തിൽ വന്ന കഥയാണ് മഹാഭാരതത്തിൽ പറഞ്ഞതെങ്കിൽ നമ്മളല്ലാത്തൊരു ശക്തിയുണ്ട്. അത് നമ്മുടെ ഉള്ളിലുമുണ്ട്, പുറത്തുമുണ്ട്.
അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. നിത്യമായിട്ടുള്ളത്, നിത്യം അനിത്യം രണ്ടുണ്ട്. അനിത്യം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും, നിത്യം എന്ന് പറഞ്ഞാൽ ശാശ്വതം. അത് ആ ചൈതന്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഭക്തിയും വിശ്വാസവും ഒക്കെ കൊണ്ടുള്ള മഹത്വം മനസ്സിലാവുക. നമ്മളല്ലാത്തൊരു ശക്തിയാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ള ബോധത്തിലെത്തും. അങ്ങനെ എത്തുമ്പോൾ അപദാനങ്ങൾ വാഴ്ത്താൻ സാധിക്കും. അപ്പോഴാണ് പലരും ചിന്തിക്കുക, നാമസങ്കീർത്തനം മാത്രം മതി കലിയുഗേ മുക്തി നേടാൻ. കോടിക്കണക്കിന് ആസ്തിയുള്ളവര്, എത്ര കോടിക്കണക്കിന് ആസ്തിയുള്ളവർ. ഞാൻ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ ഒരാളൊരു ചെറിയൊരു ട്രൗസർ ഇട്ടിട്ട് വന്നു വൃന്ദാവനത്തിൽ പരിചയപ്പെടാൻ വേണ്ടി. തിരുമേനിയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഒരാൾ പരിചയപ്പെടുത്തി. അപ്പം അദ്ദേഹത്തിന് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് 1000-700 ആൾക്ക്. ഇവിടുന്ന് പോയിട്ട് ഒരുപാട് ഭണ്ഡാരത്തിലൊന്നുമില്ല, പക്ഷെ നമ്മളത് ഇതോടെ ഭക്ഷണം എല്ലാവർക്കും ഒന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു, പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് കഴിക്കില്ല. എന്തുകൊണ്ടെന്ന് പറയോ, 12 മണിക്ക് അവിടെ അദ്ദേഹത്തിനൊരു 900-ലധികം പശുക്കളും കുട്ടനും ഒക്കെ ഉണ്ട്. കയറൊന്നിനില്ല. നമ്മളവിടെ പോയി, അവസാനം ക്ഷണിച്ചത് കൊണ്ട് പോയി. ഒരു 10-20 കിലോ നേന്ത്രപ്പഴവും കുറെ ചെറുപഴമൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ എല്ലാ പശുക്കൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, അത്ര എണ്ണുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു അത്ഭുതം ഞാൻ കണ്ടു. എന്താണെന്നറിയോ, നമ്മൾ സാധാരണഗതിയിൽ പറയല്ലോ, ഒരു അത്ഭുതം കണ്ടു. ഇന്ന പേര് വിളിച്ചാൽ മതി അദ്ദേഹം പറഞ്ഞു. ആ പേര് വിളിച്ചപ്പോൾ ഏറ്റവും പിറകുന്ന ആ പശു ഇങ്ങോട്ട് തലയാട്ടിട്ട് വന്നു. അതുപോലെ മറ്റൊരു വലിയൊരു കാളി കൊമ്പ് കണ്ട പേടിയാവും, പക്ഷെ പേടിക്കാനൊന്നുമില്ല. അടുത്ത് വന്ന് നിന്നു പേര് വിളിച്ചപ്പോൾ. പറഞ്ഞാൽ എന്താ അർത്ഥം? ഇദ്ദേഹം പോറ്റി വളർത്തിയിട്ട് അതിനെ അത് ആനന്ദമായിട്ട് കണ്ട്. ഇടയ്ക്കിടയ്ക്ക് മലേഷ്യയിൽ പോട്ടോ, അദ്ദേഹത്തിന് അവിടെയാണ് വലിയ ബിസിനസ് നടക്കുന്നത്. പക്ഷെ ഇതാണ് ഈ വേഷമൊക്കെ അദ്ദേഹത്തിൻ്റെ. ഇദ്ദേഹമാണ് അത്ര ഈ ഗോശാല മുഴുവൻ നടത്തുന്നത്. പക്ഷെ നമ്മൾ പുറമേ നിന്ന് കണ്ടിട്ടൊന്നും ആളെ എന്താണ് തീരുമാനിക്കരുത്. പുറമേ നിന്ന് കണ്ടിട്ടൊന്നും അല്ലേ, അങ്ങനെയൊന്നും പാടില്ല. അതാണ് ഭാരതീയ സംസ്കൃതി. നമ്മൾ ഭക്തി വിശ്വാസത്തോട്. പക്ഷെ ഇയാൾ എന്താ ചെയ്യാന്നറിയാം, കൂടുതൽ സമയം ഒരു സഞ്ചി കയ്യിൽ വെച്ചിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാം 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 ഹരേ ഹരേ ജപിച്ചോണ്ടിരിക്കും. നമ്മൾക്കാണെങ്കിൽ കുട്ടികൾ എന്ന് പറയും, നമ്മളെ അടുത്തേക്കൊന്നും അവർ വരാത്തതും നന്നായി അല്ലേ. അദ്ദേഹത്തെ കളിയാക്കി കൂക്കിയിട്ട് ഇവിടുന്ന് ആ റോഡ് കയറ്റി വിടും നടത്തും. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നതാണ്. തൃശ്ശൂരത്തൊക്കെ വന്നിട്ട് കണ്ടില്ല, അവരൊക്കെ കൂക്കി വിളിച്ചൊക്കെ കൊണ്ടുവിട്ടു. പക്ഷെ അവർക്ക് കൂക്കിയാലും എല്ലാം ഒരുപോലെയാണ്. നാമം ജപിച്ചാൽ അവരുടെ ഡ്യൂട്ടി തുടരും. ലോകം മുഴുവനുണ്ട് ഇന്ന് വലിയ ഒരു 10,000-15,000 ആൾ നിത്യേന ആരതി തൊഴാനും നാമം ജപിക്കാനും ഇവിടെ ഇസ്കോൺ കേന്ദ്രത്തിലുണ്ട്. മധുരയിൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന അവരുടെ കേന്ദ്രത്തിൽ മിക്കവാറും നോക്കുമ്പോഴേക്കും കോടിക്കണക്കിന് ആസ്തിയുള്ള മാഡംസ്, അമ്മമാരൊക്കെയാണ്. അവരാണ് അവരുടെ ബിസിനസിന്റെ കേന്ദ്രം. അവർ 10 ദിവസത്തേക്ക് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ്. ഫ്ലൈറ്റിന് 3.5 മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് 2 അസിസ്റ്റന്റെയും കൂട്ടിയിട്ട് വന്നു. അവർക്ക് വേറെ ഒന്നും വേണ്ട, ഇരുന്നിട്ട് ഇങ്ങനെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് ഞാൻ ചൊല്ലുന്നതാണ്, അവരിതൊന്നുമല്ല. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ചൊല്ലിയ ആനന്ദാവസ്ഥയിലാണ് അവരൊക്കെ കഴിഞ്ഞുകൊള്ളുന്നത്. ഇതും ഈ ലോകത്ത് തന്നെയാണ്. ഇതൊക്കെയാണ് ഇതുള്ള മായയെ തരണം ചെയ്യാനുള്ള മാർഗം. ഒരാള് ഒരു കേമനാണ് കേട്ടോ, അദ്ദേഹം ഒരു വലക്കാരനാണ്. ഞാൻ കർമ്മം ചെയ്യുന്ന തരത്തിൽ ആ പേര് പറയട്ടോ, എന്താണെന്നല്ലേ പറയാം. മേൽശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജയൊക്കെ ചെയ്യുന്നല്ല, അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മേശാന്തിയുടെ മകൻ പൂജ ചെയ്യുന്നത് അദ്ദേഹത്തിന് മേശാന്തി പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഏറ്റുമാനൂർ മേശാന്തിയാണ്, അദ്ദേഹത്തിന് മേശാന്തി പറയും. അദ്ദേഹത്തിന്റെ മകനാണെന്ന് പറഞ്ഞാൽ മേശാന്തിയുടെ മകൻ എന്നല്ലേ പറയാൻ പേര് വിളിക്കും. കാരണം അദ്ദേഹം അങ്ങനെ ഏറ്റുമാനൂർ മേശാന്തി ആകുമ്പോൾ ഇല്ല. അതുപോലെ പറയാം, കർമ്മം കൊണ്ടാണ്. ഒരാൾ എന്ത് ചെയ്തു, വലയൊക്കെ എടുത്തിട്ട് മത്സ്യം പിടിച്ച് ജീവിക്കലാണ്. പക്ഷെ അദ്ദേഹത്തിന് അധികം ഇഷ്ടം കടലിൽ പോകുന്നല്ല, പുഴയിൽ പോയിട്ടും കുളത്തിൽ പോയിട്ടൊക്കെ മീൻ പിടിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ വലിയ എണ്ണം പിടിക്കാനാണ്. ഒരു ദിവസം അദ്ദേഹം കുളത്തിലേക്ക് മത്സ്യം പിടിക്കാൻ പോകും. വലിയ കുളമാണ്. കുളമീൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. പുഴമീൻ കേട്ടിട്ടുണ്ടോ അല്ലേ? കുളമീൻ കേൾക്കാം.
ദേവസ്വം ബോർഡ് അത് ലേലത്തിന് കൊടുത്തപ്പോൾ ഇദ്ദേഹം ഏറ്റെടുത്തതാണെന്ന് തോന്നുന്നത്, അറിയില്ല. ഏതൊക്കെ വിധത്തിലെന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ ഒന്നും നിറയെ വലിയ വലിയ മത്സ്യങ്ങൾ. അത് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. എപ്പോഴെങ്കിലും മീൻകുളത്തൊക്കെ പോയി നോക്കാം കേട്ടോ. അല്ലെ, മീൻകുളത്ത് പോയിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. 10,000-കണക്കിന് മത്സ്യങ്ങൾ, വലിയ മത്സ്യങ്ങൾ പോകുമ്പോഴും ഇതിൽ 10,000-കണക്കിന് വരുന്ന രംഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സപ്താഹം 1-2 നടത്തിയപ്പോൾ ഞാൻ ഈ കുളത്തിൻ്റെ അടുത്താണ് കിടന്നത്. രാത്രിയിൽ അത്ഭുതമൊക്കെ കണ്ട രംഗങ്ങൾ. ആരോ വന്നിട്ട് വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിപ്പോയി. ഏതോ ഒരു കുട്ടിയും പശുവിനെയും കണ്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോയിരുന്നു. നോക്കുമ്പോൾ 2:15 സമയം. മീൻകുളത്തെ മേശാന്തി മഠത്തിൽ കിടക്കുമ്പോഴുള്ള അനുഭവമാണ്. അപ്പം അങ്ങനെ അത്ഭുതങ്ങൾ പലതുണ്ടാവും. അപ്പൊ അവിടുത്തെ കുളത്തിലൊക്കെ ഉള്ളത് പോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊന്നും പോയി നോക്കട്ടെ കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ ഇങ്ങനെ തുള്ളി കളിക്കുന്നുണ്ടാവും. ചെറുതുണ്ടാവും, ധാരാളം. ചെറുതായിട്ട് വലുതാവുന്നില്ല. ഇദ്ദേഹം തീരത്തൊക്കെ തുള്ളി കളിക്കുന്നത് കാണുന്ന സമയത്ത് ഒന്നാമത്തെ വെള്ളമുള്ള പടവിലിറങ്ങി. നല്ല വെള്ളം, ആണിക്കെട്ട് വരെ വെള്ളമുള്ള പടവിലിറങ്ങിയിട്ട് ഈ വല അങ്ങ് വീശി കൊടുത്തു. വലയങ്ങ് അങ്ങ് എല്ലാ ഭാഗത്തും നിറഞ്ഞു വീണു. കുളത്തിലെങ്ങനെ വീണു. കുറച്ച് സമയം ഇങ്ങനെ താഴ്ന്ന് വരണമല്ലോ, അതിന് വെയിറ്റൊക്കെ വെച്ചിട്ടുണ്ടോ, താഴ്ന്നു വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് വലിക്കുക. അവിടെ ഈ മത്സ്യങ്ങൾ എന്തായെന്ന് പറയാം, അവർക്ക് ബുദ്ധിയുണ്ടല്ലോ, നല്ല ബുദ്ധിയുണ്ട്. മത്സ്യങ്ങൾ എന്ത് ചെയ്തു, ഇതിൽ വലയിൽ പെടുമെന്ന് മനസ്സിലാക്കി മത്സ്യങ്ങൾ. അവരെന്ത് ചെയ്തു, കുട്ടികളായ മത്സ്യങ്ങൾക്കൊന്നും അത്ര വിവരമില്ല, ചെറിയതല്ലേ, പഠിച്ചിട്ടുണ്ടാവില്ല. അവരൊക്കെ ഇദ്ദേഹത്തെ ഈ നിൽക്കുന്ന വലക്കാരന്റെ കാലിൽ പോയി ഇങ്ങനെ പെടക്കുകയാണെന്ന് പറയും. നമ്മൾ ഇറങ്ങിയാൽ മതി, നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇങ്ങനെ പെടക്കുകയാണെങ്കിൽ. ധർമ്മസ്ഥലത്ത് പോയാലും ഉണ്ടാവും, ശൃംഗേരി പോയാലും കാണും, പെടക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ വലിയ മത്സ്യങ്ങൾക്കാണ് ബുദ്ധിയുള്ളത് കേട്ടോ. അവർ നല്ല വിവരമാണ്, പഠിച്ച് നേരിടുന്നത്. അവരെന്ത് പറഞ്ഞു, വിഡ്ഢികളെ, നിങ്ങളൊക്കെ ഇപ്പൊ അവരുടെ വലയിൽ കൊടുക്കുന്നത് വലക്കാരനാണ്, ഇങ്ങോട്ട് വരൂ വിഡ്ഢികളെ, അവരുടെ കാലിൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പൊ അതിൽ കൊടുങ്ങും, വരൂ വരൂ നോക്കി ഇവരെല്ലാം വിളിച്ചു. ഈ വിഡ്ഢികൾ വരുന്നില്ല, ഇത് കേട്ട ഭാവമില്ല, അവർക്ക് കൂട്ടാൻ വരാൻ പറ്റില്ല, പേടി, കുടുങ്ങിപ്പോയെങ്കിലോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇദ്ദേഹം വല വലിക്കാൻ തുടങ്ങി. നിന്നിട്ടാണ് വലിക്കുന്ന, ഓർമ്മിച്ചോളൂ. വലിക്കുന്ന സമയത്ത് ഈ കാലിൻ്റെ അടുത്ത് ചുറ്റിലുള്ളത് എന്തായി, ഇത് കുടുങ്ങോ? ഇല്ല, അറിയില്ല. അവിടെ നിൽക്കുന്ന ആളുടെ ഈ വല വലിക്കുന്ന കാലിൻ്റെ അടുത്ത് വരെയുള്ളത് എത്തില്ല, ചുറ്റിലുള്ളത് മുഴുവൻ ഇതിൽ കുടുങ്ങി. നേരത്തെ വിഡ്ഢികളെന്ന് വിളിച്ച കേവന്മാര് വലിയ മത്സ്യങ്ങൾ മുഴുവൻ ഇതിൽ കുടുങ്ങി. കാലിനടുത്ത് ചുറ്റിലും കളിച്ചത് അവിടെ ബാക്കിയായി. ഇവരെ കൂട്ടിയിട്ട് വലയുടെ എടുത്തിട്ട് പോകുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പൊ ആരാ വിഡ്ഢിയെന്ന് കേട്ടോ, കഥ കേട്ടോ, കേട്ടില്ലേ, മനസ്സിലായില്ലേ? ഈ വലക്കാരനാണ് ഈശ്വരൻ. ഈശ്വരന്റെ കയ്യിലുള്ള വലിയ വലയാണ് മായ. ആ വലയുടെ പേരെന്താണ്? മായാവല. അതിൽ നമ്മളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ടത്. പക്ഷെ ആ പാദത്തിനടുത്ത് ഇങ്ങനെ കുടുങ്ങിയിട്ട് കളിക്കുന്നവരുണ്ടല്ലോ, അത് ഇതിൽ പെടുന്നില്ല. അകന്നകന്ന് മാറിയത് മുഴുവനും ഈ വലയിൽ പെടുകയും ചെയ്തു. ഇനി ചിന്തിച്ചോളൂ, എങ്ങനെ വേണം ഈശ്വരനോട് ചേർന്ന് വരുമ്പോൾ അല്ലെ, അടുക്കുന്നതിനനുസരിച്ചിട്ട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ പറഞ്ഞു, പല പല പരീക്ഷണങ്ങൾ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ഈ വർഷം 2023 മാർച്ചിൽ SSLC പരീക്ഷകൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തു. ഈ SSLC ബോർഡ് ഓഫ് എക്സാമിനേഷൻ അവർക്ക് എന്നെ പരീക്ഷിക്കാൻ യാതൊരു കാരണവശാലും പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായില്ലേ? അപ്ലൈ ചെയ്ത ആളല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആരൊക്കെയാണോ SSLC പരീക്ഷയ്ക്ക് തയ്യാറായിട്ടുള്ളത് അവര് എത്രമാത്രം നേടിയെന്നറിയാൻ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടും സിലബസിന് അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ ഇട്ടിട്ട് പരീക്ഷിക്കാൻ അവരെ പറ്റുള്ളൂ അല്ലെ. ഈ വർഷം എഴുതിയ വലിയ ബോർഡിന് പരീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ നമ്മൾ ഭഗവാന്റെ പാദത്തിൽ ഭക്തി ഉണ്ടാവണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ചവരാണ്. അപ്പൊ നമ്മളെ പരീക്ഷിച്ച് നോക്കും, എത്ര നേരെയായി നോക്കാനാണ് ഈ പരീക്ഷണങ്ങൾ. അവരതിൽ മിടുക്കന്മാരാവാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ 1-ാം ദിവസം പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ഉറപ്പിക്കുന്നതേ ഉള്ളൂ. ഉരുക്കിടുന്നു മിഴിനീരിലിട്ടു മുക്കുന്നു നിത്യം ഭുവനൈക ശില്പി മനുഷ്യർത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ. സ്വർണ്ണപ്പണിക്കാരൻ അടിക്കുകയും വലിക്കുകയും ഒരുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വർണത്തിനോട് വിരോധം കൊണ്ടല്ല, അവസാനം ആ മുറ്റം പോലും അടിച്ചു വാരിയിട്ട് ആ മണ്ണ് കൂട്ടി വെക്കുന്നതാണ്. ഒരു പൊടി പോലും കളയില്ല. പക്ഷെ ഇത് ചെയ്യുന്നത് നല്ല ക്യാരറ്റ് ഉണ്ടാക്കാൻ, പരിശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടി, കറ കളയാൻ വേണ്ടിയിട്ടാണ്. അതാണ് ആ പരിശുദ്ധി. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ ഗുരുതര ഭവസിന്ധോ ദുരിത സഞ്ജയമാകും
തിര തന്നിൽ മുഴുകുന്ന നരതീക്കവലംബം നരതക മണിവർണ്ണൻ ഹരി തന്നെയെന്നും തവ ചരിതവന്നലങ്ങളിൽ സകല മുനികൾ പർവ്വതറിവനതുന കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ കടലീന കൈ തൊഴുന്നേ കൃഷ്ണ കടലീന കൈ തൊഴുന്നേ കൃഷ്ണ. ഹൃദയം പൊട്ടി ഭഗവാനെ വിളിക്കുന്ന ആ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടെങ്കിൽ മായയെ തരണം ചെയ്യാം. മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈ മൈസുരസരിതോക പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി വൃത്യോർവിജേത്രി കപിലതനുരിത്വം ദേവഹൂത്യൈ. ഈശ്വരന്റെ ഗുണഗണങ്ങൾ, കീർത്തനങ്ങൾ, നാമങ്ങൾ, കഥകളൊക്കെ ഭക്തിയോടുകൂടി പാടാൻ ഇടവരുമ്പോൾ ഈ ഭക്തി ഇല്ലാതായാലും കുറച്ച് കഴിയുമ്പോഴേക്കും എന്താവും? നമ്മുടെ ഹൃദയം അലിഞ്ഞലിഞ്ഞ് ഗംഗേവമുഖമുതന്വതി. ഈ കുറച്ച് ഉയരത്തിൽ അങ്ങോട്ട് കേദാറിലേക്കൊക്കെ ബദരിയിലേക്കൊക്കെ പോകുമ്പോൾ ഗംഗയുടെ ആ കുത്തൊഴുക്ക് മണിക്കൂറിൽ 600 കിലോമീറ്റർ വേഗതയാണ്. ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ടാണ് മുള്ളു പോലുള്ള കരിങ്കല്ല് ഹരിദ്വാറിലേക്ക് എത്തുമ്പോഴേക്ക് നല്ല റൗണ്ട് ആക്കിയിട്ട് നല്ല ഉരുളനാക്കി മാറ്റി തരുന്ന അത്രയും വേഗതയാണ്. കാരണം കുത്തി ഒഴുകിയല്ലേ ഇന്ന് എത്ര 2500 അടി ഉയരത്തിൽ ഒഴുകി ഒഴുകി വരുന്ന ഗംഗയുടെ വേഗതയിലെ അതുപോലെ നമ്മുടെ മനസ്സും ഈ ഒരു ഭാവം വന്നു കഴിഞ്ഞാൽ ഈശ്വരനിലേക്ക് ഉദിക്കും. അപ്പൊ ശരീരത്തിന്റെ വേദനയൊക്കെ മറക്കും. 95 പേരെയും കൂട്ടിയിട്ട് 5 ഡിഗ്രി ഒക്കെ സെൽഷ്യസ് ചൂടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പുള്ള സമയത്താണ് വ്രജഭൂമിയിലേക്ക് പോയത്. ജനുവരി 20-ാം തീയതി. പ്രായമുള്ളവരുണ്ട്. ചില ആൾക്കാരൊന്നും എന്നോട് സത്യം പറഞ്ഞിട്ടില്ല, മുട്ട് മാറ്റി വെച്ചതാണെന്നുള്ള സത്യം പറഞ്ഞിട്ടില്ല. ഗോവർദ്ധന പരിക്രമണം വരുമ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. 28.5 കിലോമീറ്റർ സെറ്റ് ചെയ്ത് വെച്ചു, വാച്ച് ഡിജിറ്റൽ ആക്കിയിട്ട്. ഇതിനാണെന്നറിയോ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ചെരുപ്പ് എന്ന് പറയുന്ന സാധനം അവിടെ ഉപേക്ഷിച്ച് വണ്ടിയിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾക്ക് പോലും വിഷമമുണ്ടായില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് പോയി എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ഏറ്റവും വലിയ ചരിത്രമായിരുന്നു. 95 അതുകൊണ്ട് മനസാന്നിധ്യമാണ് ഏറ്റവും പ്രധാനം. ആ മനസാന്നിധ്യം കൈവിട്ടാലാണ് നമുക്ക് സാധിക്കാത്ത. ആ സാന്നിധ്യത്തോടു കൂടി നമ്മൾ പോകുന്ന സമയത്ത് അത് സാധിക്കുന്നു. അപ്പൊ എന്താ അർത്ഥം എന്നറിയോ? ഈ ശരീരത്തിന്റെ വേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും, അതായത് ഇപ്പൊ ഇവിടെയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇന്നലെ ഉറങ്ങാൻ പറ്റില്ല, മിനിഞ്ഞാന്ന് ഉറങ്ങാൻ പറ്റാത്തവർ ഇവിടെ ഇപ്പോഴും അവിടെ ഇവിടെ ഇരുന്ന് ഓടിച്ചാടി കളിക്കുന്നുണ്ട്. കാരണം അതിനപ്പുറത്ത് ഒരു ആത്മസമർപ്പണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വേദനകളൊന്നും അറിയില്ല. തിരക്കുണ്ട്, നേരത്തെ എഴുന്നേൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ 6 മണിക്ക് ഇവിടെ ഉണ്ടായ അന്തരീക്ഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചോളൂ. ഇത് 6 മണിയാണെന്ന് കൂടെ ഓർമ്മിക്കണം, 6:15 ഓർമ്മിക്കണം, 6:25 ഇന്ന് വന്ന ആൾക്കാർ വന്നവർ ഓർമ്മയുണ്ടല്ലോ അല്ലെ? എങ്ങനെ വരാൻ സാധിച്ചു? ശനി കേട്ട് കേട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നപ്പോൾ മറ്റൊക്കെ മറന്നുപോയി. അതുവരെ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞാൽ എന്തായി? ഇല്ലെങ്കിൽ തന്നെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് എത്തണം. മനസ്സ് കുതിക്കുന്ന സമയത്ത് അങ്ങനെ ഭഗവാന്റെ സമീപത്തേക്ക് എത്തുന്ന ആനന്ദമയോ അവസ്ഥ, ആനന്ദമായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ മായയെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇപ്പോഴൊക്കെ നമ്മൾ കുറേയൊക്കെ മായയെ തരണം ചെയ്തു. തിരക്കുകളില്ലാഞ്ഞിട്ടല്ല, ബുദ്ധിമുട്ടുകളില്ലാഞ്ഞിട്ടല്ല, പ്രയാസങ്ങളൊക്കെ ഇല്ലാഞ്ഞിട്ടല്ല. എല്ലാവർക്കും അങ്ങനെയാണ്, എനിക്കും അങ്ങനെയാണ്. ഞാനിങ്ങനെ ആലോചിച്ച് എൻ്റെ തിരക്കുകളെ കുറിച്ച് മുഴുവൻ ഓർത്തു കഴിഞ്ഞാല് സത്യത്തില് ഞാൻ ഇവിടെ ഒരു ദിവസം പോലും സപ്താഹത്തിന് വരില്ല. കാരണം 5 മണിക്കൂർ പോലും എനിക്ക് ഇരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തിരക്കുകളുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? മറ്റൊക്കെ എന്നിട്ട് മാറ്റി വെച്ചു അല്ലേ? മറ്റൊന്നും അറിയാതിരിക്കുക. ബാക്കിയൊക്കെ കാര്യം എന്ത് സംഭവിച്ചാലും ഇപ്പൊ സുഖമില്ലാതായ ആൾക്കാരെ അഡ്മിറ്റൊക്കെ ചെയ്യുന്നില്ലേ? അങ്ങനെ വിചാരിക്കും. അപ്പോഴെന്താ വേറെ ആള് കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളങ്ങ് മനസ്സിൽ ഉറപ്പിച്ചു നിൽക്കുക. ബാക്കി ഭഗവാന്റെ കയ്യിലാണ്, വിട്ടുകൊടുക്കുക ഭഗവാൻ. അതാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്.
പ്രാർത്ഥിക്കുക. ഭക്തോത്തമനായ ഉദ്ധവന് ഉപദേശം കൊടുക്കുന്ന കഥയൊക്കെ ഇന്നലെയും സൂചിപ്പിച്ചു, ഇന്നതാണ് വായിച്ചത്. ആ ഉദ്ധവനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അത് പറഞ്ഞു കഴിഞ്ഞു. പല ഘട്ടങ്ങളിലായിട്ട് ഉദ്ധവൻ നമസ്കരിച്ചതൊക്കെ പറഞ്ഞു. ഉദ്ധവന് ഭക്തിയുടെ പരിശീലനം കിട്ടിയതും അതിൽ എവിടെ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്, പാസ്സായതെന്നൊക്കെ പറഞ്ഞു. ഗോപികമാരുടെ സമീപത്തു നിന്നാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ മന്ത്രിയാക്കി വെച്ചു 12ാമത്തെ വയസ്സിൽ ആരെ, ഉദ്ധവനെ. ആ സമയത്ത് ഇദ്ദേഹത്തിനെ കുറച്ച് ഭക്തിയുടെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ അത്ര കേമാവില്ല. അതുകൊണ്ട് ഇദ്ദേഹം നേരിട്ട് അനുഭവിക്കട്ടെ, ചില കാര്യങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, എന്നാലും കുറച്ചും കൂടെ അനുഭവം വരും. അങ്ങനെ വ്രജഭൂമിയിലേക്ക് വിട്ടു. വ്രജഭൂമി എന്ന് പറഞ്ഞാൽ വൃന്ദാവനം എന്ന് ചുരുക്കി പറയരുത് കേട്ടോ. വ്രജഭൂമി എന്ന് പറഞ്ഞാൽ 278 സ്ക്വയർ കിലോമീറ്ററാണ് രാജസ്ഥാനിലും UP യിലും ആയിട്ട് ഇന്ന് പടർന്നു വന്നിരിച്ചിരിക്കുന്നത്. അതാണ് കൃഷ്ണന്റെ ലീലകളുടെ കേന്ദ്രം വ്രജഭൂമി. അവിടെയൊക്കെ പലതവണയായിട്ട് ഓടിയെത്തിയിട്ടുമുണ്ട്. അതിലൊരു ചെറിയൊരു വനം 12 കിലോമീറ്റർ ചുറ്റളവുള്ളത് മാത്രമാണ് വൃന്ദാവനം. പിന്നെ ഭാണ്ഡീരവനം, കുമുദവനം, മധുവനം എന്നൊക്കെ പറഞ്ഞ ഇഷ്ടം പോലെ വനങ്ങൾ, 12 വനങ്ങളുണ്ട് ഈ വ്രജഭൂമി. അതിൽ ഒന്നാണ്. പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പലതുമാണ്. അതായത് ഇങ്ങനെയുള്ള ഈ വ്രജഭൂമിയിൽ ഗോപികമാരുണ്ടല്ലോ, ആ ഗോപികമാരുടെ സമീപത്തേക്കാണ് ആരെ വിട്ടത്, ഉദ്ധവനെ വിട്ടത്. എന്റെ സന്ദേശം പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ആത്മതത്വം ഉപദേശിക്കാനാണ്. അവിടെ എത്തിയ ഉദ്ധവന് ആത്മതത്വം ഇവർക്ക് ഉപദേശിക്കാനില്ല എന്ന് തോന്നി. ഒരു കുട്ടികൾ കരയുന്ന സമയത്ത് പോലും വാശി മൂലം കേണിടുന്ന പൈതലിനെ തോഷിപ്പിക്കാൻ പേശലമാം തൻതുടമേൽ മെല്ലെ തട്ടുമ്പോൾ കോമനിച്ചും കൊണ്ട ഗോപബാലികമാർ പാടിയിടുന്നു രാമകൃഷ്ണ ദാമോദര എന്നിപ്രകാരം. വിസൃജ്യലജ്ജാം രുരുദുസ്മസുസ്വരം ഗോവിന്ദ ദാമോദര മാധവേ. ഇതാണ് ഇവര് എപ്പോഴും ലജ്ജ കൈവിട്ട് ജപിക്കുന്നു. ഇത് പണ്ട് ഭാഗവതത്തിൽ പറഞ്ഞതല്ല. വൃന്ദാവനത്തിൽ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് 4 മണിയാകുമ്പോൾ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാരായണ വാസുദേവാ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്ക് എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കാൻ നോക്കുമ്പോഴേക്ക് അത് അടുത്തടുത്ത് വരുന്നുണ്ട്. കുറെ പേര് സംഘമായിട്ട് വരുന്നതെന്ന് വിചാരിച്ചത് ഒരാളായിരുന്നു. അതേ ഈ ആശ്രമത്തിലേക്ക് 5 മണിക്ക് എത്തും. 1 മണിക്കൂർ നാമസങ്കീർത്തനം, നഗര സങ്കീർത്തനം ചെയ്തുകൊണ്ട് വരികയാണ്. 5 മണിക്ക് കണി കാണാറാകുമ്പോഴേക്ക് അവിടെ എത്തും, അമ്പലത്തിലെത്തും. ഇതൊക്കെ നമ്മൾ നേരിട്ട് ഇപ്പോഴും ജനുവരിയിൽ അനുഭവിച്ച കാര്യങ്ങളാണ്. അത് ആ മണ്ണിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ വീണ്ടും തിരിച്ചറിയുക. ഇപ്പോ ഈ ലോകത്തില് നാമം ജപിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഈ ഗോപികമാരുടെ രംഗം 2 മാസം നേരിട്ട് അനുഭവിച്ച ഉദ്ധവൻ ഇനി എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ ഇവിടെ ഒരു പുല്ലായിട്ടോ ചെറിയ വള്ളി ചെടിയായിട്ടോ ജനിക്കാൻ ഇടവന്നാൽ ആ ഗോപികമാരുടെ പാദത്തിലെ പൊടികളേക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് നമസ്കരിച്ച ഉദ്ധവനാണ് ഇപ്പോഴും ഭഗവാന്റെ സമീപത്തേക്ക് എത്തിയത്. ഭഗവാൻ ഇവിടെ നിന്ന് 125 വർഷത്തെ ലീലകൾ അവസാനിപ്പിച്ച് സ്വധാമത്തിലേക്ക് എഴുന്നള്ളാൻ തീരുമാനിച്ചു. യാദവപുരത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തു. യാദവ സഭയിൽ വെച്ച് പ്രഭാഷണം നടത്തി. പല ദുരിതങ്ങളും വന്നു ചേർന്നിട്ടുണ്ട്. നമ്മളതിന് എത്രയും പെട്ടെന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായുള്ളൂ പറയുന്നുള്ളൂ, പോയിന്റ്സ് ആയിട്ടേ പറയുന്നുള്ളൂ. അതായത് ദുരിതങ്ങളൊക്കെ ഉണ്ടെന്നത് ചില ലക്ഷണങ്ങളൊക്കെ കൊണ്ട് കാണും. അതിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം. ചെയ്താൽ നമ്മൾക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ പിന്നീട് കൂടുതലായിട്ട് വരും അനുഭവിച്ച്. ചില ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ആൾക്ക് എന്തെങ്കിലും ഉള്ളിലുള്ള ചില അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളായിട്ട് കാണിച്ചു കൊടുക്കും. പനി അതൊരു രോഗമല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പനി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും ഭാഗമായിരിക്കും. ഇവിടേക്ക് ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഉണങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ചെക്ക് ചെയ്യണം, വേണ്ടേ? ഇതുപോലെ എന്തോ ചില ലക്ഷണങ്ങളാണ്, ചില ദുർനിമിത്തങ്ങളൊക്കെ ഇവിടെ കണ്ടാലും അത് നമ്മൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് ഇതൊക്കെ കാണിക്കുന്നത്. അത് അറിയാൻ സ്വയം തിരിച്ചറിയാൻ കഴിവില്ലെങ്കിലാണ് ചില ആൾക്കാർ പ്രശ്നമൊക്കെ വെച്ച് നോക്കുന്നത്. ചിലത് കൃത്യമായിട്ട് കിട്ടും, ചിലത് വീണ്ടും പ്രശ്നമാവും. പ്രശ്നക്കാരെന്നൊക്കെ പറഞ്ഞ് വീണ്ടും പ്രശ്നമാവും. അത് കൃത്യമായി കണ്ടെത്താൻ പറ്റാത്തതാണ്. അത് ഇവിടുന്നായാലും അങ്ങനെയാണ്. കണ്ണൂരിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി 3 കൊല്ലം ചികിത്സിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. മരുന്ന് മാറി മാറി കഴിക്കുന്നുണ്ട്. രോഗം മാറി എന്നിട്ട്, രോഗം മാറി എന്ന് പറഞ്ഞാൽ എന്താ, വേറെ രോഗമായി മാറി, ചേഞ്ചായി.
പിടികിട്ടുന്നില്ല. അവസാനം ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ 80 വയസ്സുള്ള ആളെടുത്ത് അവരെ പറഞ്ഞു വിട്ടു മംഗലാപുരത്ത്. അദ്ദേഹം ഒരു മുട്ടിയൊക്കെ എടുത്ത് കാലിൽ തട്ടി, തലക്ക് തട്ടിയോ അറിയില്ല, അവിടെ ഇവിടെയൊക്കെ നോക്കി ഇതാക്കിയിട്ട് ഒരു അര ഗുളിക എഴുതി കൊടുത്തു. 10 ദിവസത്തേക്ക് 5 ദിവസം രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും കഴിക്കുക, ബാക്കിയുള്ളത് രാവിലെയും വൈകുന്നേരവും മാത്രമാക്കിയാൽ മതി. ഇനി എപ്പോഴാണ് വരേണ്ടത്? ഇതിന് ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട, അവിടെ 500 കൊടുത്തേന്ന് പറഞ്ഞു. 500 ഫീസ്. ബുക്ക് ചെയ്തിട്ടുണ്ടാവണം. കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് ഇത് ഡോക്ടർ, നല്ല പ്രഗത്ഭനായ പരിഹാരത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇത് ഗ്യാസിന് കൊടുക്കുന്ന ഒരു ചെറിയ ഗുളികയാണെന്ന് പറഞ്ഞത്. അത് അവിടെ കിട്ടുള്ളൂ, ഇവിടെ കിട്ടുമില്ല. ചെറിയൊരു ഗുളികക്ക് 16 രൂപയായിട്ടുള്ളൂ. അത് കഴിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അസുഖം മാറി. 3.5 കൊല്ലത്തെ ചികിത്സയിൽ. അപ്പോൾ ഒരു കാര്യം എനിക്ക് വെച്ച് ബോധ്യപ്പെട്ട എന്താണെന്നല്ലോ, ഡയഗ്നോസ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്, കണ്ടെത്തലാണ് ആദ്യം വേണ്ടത്. അതാണ് പ്രശ്നം ഏറ്റവും വലിയ. അതില്ലാത്തതാണ് ഇന്നത്തെ സമ്പ്രദായം. ഒന്ന് കണ്ടെത്താനൊന്നും പരിശോധിക്കുന്നില്ല. കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നടത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തു പോയതിൻ്റെ യഥാർത്ഥ ഭാവം കണ്ടെത്തണം, അല്ലെങ്കിൽ നാളേക്ക് കൂടുതൽ വിഷമാവും. ഇതൊക്കെ ആര് പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞ തത്വത്തെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ചെറിയ ശ്രമം. ഭഗവാൻ പറഞ്ഞു നമുക്ക് ദുരിതം വന്നിട്ടുണ്ട്, ഇരുമ്പലക്കയുടെ കഥയൊക്കെ അറിയാലോ, ഇനി നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ഈ ഇടപാടൊക്കെ ഒന്ന് നിർത്തണം എന്ന് പറഞ്ഞു. മദ്യത്തിന്റെ ഇതൊക്കെ ഭഗവാൻ പറഞ്ഞാണ്, ഞാനുമായിട്ട് ബന്ധമില്ല. യാദവകുലത്തോട് പറഞ്ഞു, സഭയിൽ വെച്ച് പ്രഭാഷണം നടത്തി. അവരോട് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകാൻ പറഞ്ഞു. ഏതാണ്ട് 200 കിലോമീറ്റർ അകലെ പ്രഭാസ തീർത്ഥം. പുരുഷന്മാര് സ്ത്രീകൾ ശംഖോദ്ധാരത്തിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. ഭഗവാൻ തന്റെ ആട്ടുകെട്ടിൽ വന്നിരുന്നു. ആട്ടം കഴിഞ്ഞു. പാതുക പീഠത്തിൽ കാല് വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് 113 വർഷം സന്തത സഹചാരിയായിട്ട് കഴിഞ്ഞുകൂടിയ ഉദ്ധവൻ ഭഗവാന്റെ സമീപത്ത് വന്നു. കൃഷ്ണ 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 എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. പിടിച്ചെഴുന്നേൽപ്പിച്ചു. താഴെ ഇരുന്ന സമയത്താണ് ദേവേശ പുണ്യശ്രവണ കീർത്തന എന്നിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, ദേവന്മാർക്ക് പോലും ഈശ്വരനായിരിക്കുന്ന ഭഗവാനെ, എന്നെ കൂടി അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകണം. ഇവിടുന്ന് പോവാറായെന്ന് എനിക്ക് മനസ്സിലായി, എന്നെ കൂടി കൂട്ടിക്കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് പറഞ്ഞു, അങ്ങേ കൂട്ടേണ്ട ആവശ്യമില്ല, അങ്ങ് ഇവിടെ തന്നെ കഴിഞ്ഞുകൂടണം. ധർമ്മത്തെ ലോകത്തിൽ നിലനിർത്തണം. നീ സ്വജനങ്ങളോടും ബന്ധുക്കളോടുള്ള അമിതമായ ബന്ധത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വൽക്കരം ധരിച്ച് എന്റെ ആശ്രമത്തിലേക്ക് പോകും. ആശ്രമം പോയിക്കോളൂ കേട്ടോ, സമാധാനമായിട്ട് കഴിഞ്ഞുകൊള്ളൂ. ധർമ്മം ലോകത്തിൽ നിലനിർത്താൻ അങ്ങേ ഞാൻ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞു ഉദ്ധവന് ഉപദേശം തുടങ്ങി. അനേകം ഉപദേശം കഴിഞ്ഞിട്ടും മനസ്സിന് ഒരു കൃതാർത്ഥത വന്നതുപോലെ തോന്നുന്നില്ല. എന്തോ ഭഗവാനെ വിട്ടുപിരിയാൻ ഒരു വിഷമം. അപ്പൊ വീണ്ടും പറഞ്ഞു, ഭഗവാനെ 113 വർഷമായിട്ട് ഊണിലും ഉടുപ്പിലും നടപ്പിലും ഇരിക്കലും എന്ന് വേണ്ട ഒപ്പം കഴിഞ്ഞുകൂടി അങ്ങേ വിട്ടുപിരിയാൻ അടിയന് സാധിക്കുമോ ഭഗവാനെ? എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് വീണ്ടും നിലവിളിച്ചപ്പോൾ ഭഗവാൻ തോന്നി. ഭഗവാൻ കാല് പിറകോട്ട് മാറ്റി പറഞ്ഞു, ഇതെടുത്തോളൂ എന്ന് പറഞ്ഞു. 2 സ്വർണ്ണ മെതിയടികളുണ്ട് ഭഗവാന്റെ മെതിയടികൾ, അതെടുത്തോളൂ എന്ന് പറഞ്ഞു. ഉദ്ധവൻ അതെടുത്ത് ഉത്തരീയത്തിൽ പൊതിഞ്ഞ് ശിരസിൽ വെച്ചു. എഴുന്നേറ്റ് നിന്നു. വിട്ടുപിരിയാൻ കഴിയുന്നില്ല. കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീരൊഴുകി. സുദുസ്ത്യജ സ്നേഹ വിയോഗകാതരോ ഭൃത്യൻ നമസ്കൃത്യ വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ്. ആ പ്രാർത്ഥന ഉണ്ട് ഇവിടെ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുശാധിമാം യഥാ ത്വച്ചരണം ഭോജേ അനപായിനി. അവിടുത്തെ പദാരവിധത്തിൽ ഒരിക്കലും ഇളകാത്ത ഭക്തി ഉണ്ടാവണേ കരുണാമൂർത്തി എന്ന് പ്രാർത്ഥിച്ച് വീണ്ടും പ്രദക്ഷിണം ചെയ്ത്, വീണ്ടും നമസ്കരിച്ച്, വീണ്ടും പ്രദക്ഷിണം ചെയ്ത് വിഭ്രൻ നമസ്കൃത്യയോ പുനഃ കുറച്ചങ്ങനെ കഴിഞ്ഞപ്പോ ആ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരോടുകൂടി ഭഗവാനെ കേശാദിപാദം പാദാദികേശം നോക്കി. എന്നിട്ട് ആ സ്വരൂപം, ഈ വിഗ്രഹമായിട്ടുള്ള പുറമെ കാണുന്ന സ്വരൂപം പിന്നെ വേണമെന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഹൃദയത്തിലേക്ക് അത് ഏറ്റെടുത്തു, ഹൃദയത്തിൽ ഉറപ്പിച്ചു. കണ്ണ് അങ്ങനെ അടച്ച് ഉദ്ധവൻ കൃഷ്ണ മന്ത്രം ജപിച്ച് ഈ ഉത്തരീയത്തിൽ പൊതിഞ്ഞ പാതകങ്ങളുമായിട്ട് ബദരിയാശ്രമത്തിലേക്ക് പോയതിന് ശേഷം ഭഗവാൻ എല്ലാവരും പോയി. സ്ത്രീകൾ ശംഖോദ്ധാരത്തിലേക്ക്, പ്രഭാസ തീർത്ഥക്കരയിൽ ബലരാമായിട്ടും മറ്റുള്ള യാദവ സമൂഹം മുഴുവൻ പോയി. സാത്വിക് ഉദ്ധവൻ പോയി. ഭഗവാൻ തീരുമാനിച്ചു, ഇനി എത്രയും പെട്ടെന്ന് എനിക്ക് പ്രഭാസ തീർത്ഥത്തിലേക്ക് എത്തണം എന്ന് പറഞ്ഞു. ഭഗവാൻ പ്രഭാസ തീർത്ഥക്കരയിൽ എത്തുന്നു. അവിടെ എത്തുമ്പോഴേക്ക് 7 പുല്ലുകൾ പറിച്ചടിച്ച്
ഭഗവാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു മദ്യം തുടരുത്. പക്ഷെ മദ്യത്തിന്റെ പാത്രം രഹസ്യമായിട്ട് കൊണ്ടുപോയി കുടിച്ചതിന്റെ ആ ബോധം നഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ട് തമ്മിലടിച്ച് അവരൊക്കെ അടിപിടി. ബലരാമസ്വാമിക്കും കുറെ കിട്ടിയെന്നാണ് പറയുന്നത്. അദ്ദേഹം ധ്യാനനിരതനായി സമുദ്രത്തിൽ ദേഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ പള്ളിമത്ത കൊള്ളാൻ തയ്യാറാക്കുന്ന തരത്തിൽ ബലരാമസ്വാമിയുടെ സുധാമുഖവിനും വിവരിച്ചു. ഭഗവാൻ ഒരു ആൽച്ചുവട്ടിൽ അങ്ങനെ ഇടത് കാലം നല്ലത് നമ്മളിങ്ങനെ പറയില്ല, നമ്മൾ അങ്ങനെ വെച്ച് കയറ്റി വെച്ച് ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അതിമനോഹരമായ വേഷത്തിൽ ഇപ്പൊ എല്ലാവരും പോയല്ലോ. ഈ സമയത്ത് ഏകാന്തത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ബ്രഹ്മാദി ദേവന്മാര് വന്ന് പുഷ്പവൃഷ്ടി നടത്തി അതിശ്രേഷ്ഠമായ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചു. സ്വധാമത്തിലേക്ക് ഗമിക്കുകയാണ്. ഇതാണ് സ്വർഗാരോഹണം എന്ന് പറയുന്നത്. ഈ സമയത്ത് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ച് യാത്രയാക്കിയ ശേഷം പുകയില്ലാത്ത അഗ്നി പോലെ ദിക്കുകളെ പ്രകാശമാനമാക്കി ഭഗവാൻ അവിടെ ഇരിക്കുന്നു. ഒരു കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ടുണ്ടല്ലോ. ആ കാലിന്റെ അടിഭാഗത്ത് കാണാൻ പറ്റും. അത് ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വൃക്ഷത്തിന്റെ ഇലകളുടെ ഇടയിലൂടെ മനോഹരമായി ചുവന്നു തൊടുത്ത ആ കാലുകള് ഏതാണ്ടൊരു കിലോമീറ്റർ അകലെ ആ സമുദ്രത്തിന്റെ സമീപത്ത് വെച്ച് ആ വനത്തിന്റെ പ്രത്യേകത ഉണ്ട്. ഏണവന അല്ലെ, കുറെ മാനുകൾ ധാരാളമുള്ള വനാണ്. അവിടെ മാനിനെ പിടിക്കാനായിട്ട് വന്ന ഒരു വേടനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജര എന്നാണ്. ആ ജര വിചാരിച്ചു അങ്ങനെ ഉന്നം നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, വളരെ അകലത്തുനിന്നാണല്ലോ, നോക്കിയപ്പോഴാണ് അതങ്ങനെ ചലിക്കുന്നുണ്ട്. മാനിന്റെ മുഖമാണെന്ന് തെറ്റിദ്ധരിച്ചു. ഇവർക്ക് ഹാസ്യാകാരം ഈ ഭഗവാന്റെ ചുവന്ന് തൊടുത്തതാണ്. തെറ്റിദ്ധരിച്ചു, ഒരു അമ്പ് തൊടുത്തു വിട്ടു. അത് കാൽക്കൽ വന്ന് തറച്ചു. ആ തറച്ചത് മാനിനാണല്ലോ, അപ്പൊ അത് എവിടെയും വീണിട്ടുണ്ടാവും. എടുക്കാനായിട്ട് ഓടി വന്നപ്പോഴേക്കാണ് ഭഗവാന്റെ പാദത്തിലാണ് തറച്ചത്. ഭീതനായിട്ട് ആ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ക്ഷമിക്കണേ മഹാപാതകയായി എനിക്ക് ശിക്ഷ തരണേ, കരുണാമൂർത്തേ, ഞാൻ ചെയ്ത അപരാധത്തിന് ഇനി എനിക്കിപ്പോൾ ശിക്ഷ വേണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീണുരുളുന്ന ജര ഭഗവാൻ പറഞ്ഞു, ജരെ പേടിക്കണ്ട കേട്ടോ, ഇതെന്റെ സങ്കല്പം നടപ്പിലാക്കിയതാണ്. ബ്രഹ്മാദി ദേവന്മാര് വിളിച്ചിട്ടാണ് ഞാൻ അന്ന് വന്നത്. ഹരേ എന്ന് വിളിച്ചപ്പോ വന്നു. പോകാൻ എനിക്കൊരു കാരണം വേണം, അങ്ങാണ് കാരണമായത്. അതുകൊണ്ട് ഞാൻ അങ്ങേക്കൊരു വലിയ കാര്യം ചെയ്തു തരുന്നു. എന്താണ്? സ്വർഗത്തിലേക്ക് പോയിക്കോളൂ, ഉടലോട് കൂടിയിട്ട് സുഹൃതികളുടെ പദമായ സ്വർഗത്തിലേക്ക് ഞാൻ അങ്ങേ, കാരണം എന്റെ ലീല അവസാനിപ്പിക്കാൻ കാരണക്കാരനായത് അങ്ങാണെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഇതാണ് ഭഗവാന്റെ അത്ഭുതം എന്ന് പറയുന്നത്. തന്റെ കാലിൽ അമ്പെയ്ത ജലയ്ക്ക് പോലും ഉടലോടെ പോകാനുള്ള അനുഗ്രഹം മോക്ഷം കൊടുത്ത ഭഗവാന്റെ ലീലകള് അത്ഭുതം. കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനീതകണയാൽ കാൽത്താർവിണ്ടതിനം വരെ കണ്ണൻ കപടഗോപാലൻ ചെയ്ത കാര്യമശേഷവും ജഗന്മോഹനം. ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ലീലകൾ ആടിക്കൊണ്ട് ഭഗവാൻ തയ്യാറായി. ഈ സമയത്ത് ഉദ്ധവന്റെ വാക്കുകൾ ഓർമ്മിച്ചിരുന്നു. ആ സംഭാഷണത്തിനിടയിൽ കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ധർമ്മത്തെ നിലനിർത്താൻ അവിടുന്ന് എന്താണ് ഒരു അനുഗ്രഹം ചൊരിയണേ, ഇവിടെ നിൽക്കുന്നില്ല എന്ന് പോകുന്നു തീരുമാനിച്ചില്ലേ, ഒരു അനുഗ്രഹം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ ഇപ്പോഴത്തെ ഓർത്ത് ഉദ്ധവന്റെ വാക്ക്. അത്രയും ഓരോ കാര്യവും ഭഗവാൻ ഓർക്കുന്നു. ഉദ്ധവൻ പറഞ്ഞത് കേട്ടിട്ടും സത്യമാണെന്ന് തോന്നിയിട്ടും ഭഗവാൻ എന്ത് ചെയ്തു? ഈ താമര കണ്ണുകൾ അടച്ചു പോലെ പെട്ടെന്ന് മറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. പക്ഷെ എവിടെ പോയി എന്താണെന്ന് ആർക്കും പിടികിട്ടിയില്ല. പക്ഷെ ഭഗവാൻ ഗോലോകത്തിലേക്കാണ് എത്തുന്നത്. പക്ഷേ ആ ചൈതന്യം ശ്രീമദ് ഭാഗവതത്തിലേക്ക് വാങ്മയി സ്വരൂപമായിട്ട് ലയിച്ച് ചേർന്നു. അന്ന് മുതലാണ് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി സ്വീകൃതോസി മയാ നാഥമുത്യർത്ഥം ഭവസാഗരേ. ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമായ ചൈതന്യം ഏറ്റെടുക്കാൻ സാധിച്ചു. കുറെ കൊല്ലം മുമ്പുള്ള കഥയാണ് ഇതൊക്കെ. പഴയ കാലത്തുള്ളതാണ്. 5000-ലധികം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. BC 3102 ഫെബ്രുവരി 17-ാം തീയതി വ്യാഴാഴ്ച അർദ്ധരാത്രിക്കാണ് ഈ സംഭവം നടന്നത്. ആ 3102 പ്ലസ് 2023. ഇതൊക്കെ ഇതിങ്ങനെ ഓർമ്മയുണ്ടാവില്ല. കഴിഞ്ഞ വർഷം പറഞ്ഞതല്ലല്ലോ, കൊല്ലം മാറുന്നില്ലേ. അത്രയും കൊല്ലമായി ഭഗവാൻ പോയിട്ട്. അതിന് 125 വർഷം മുമ്പാണ് ഭഗവാന്റെ ജന്മം ഉണ്ടായത്. അതിനിടയിൽ ഏത് വർഷമാണ്
ഉദ്ധവന് ഉപദേശിച്ചത് അത് അവസാനത്തെ വർഷം അവസാന നിമിഷം കുറച്ച് മണിക്കൂറുകളുമുണ്ട്. എന്നാൽ അർജുനൻ ഉപദേശിച്ചതും യുദ്ധമുണ്ടായതും മറ്റൊരു സന്ദർഭത്തിൽ ഓരോ കാലഗണന അനുസരിച്ച് ഓരോന്നും വിവരിക്കുന്നു. ഇതൊക്കെയാണ് വിശേഷങ്ങളായിട്ട് പറയാനുള്ളത്. പരീക്ഷിത്ത് മഹാരാജാവിന് എല്ലാം പറയണമെന്ന് മോഹമുണ്ട്, സമയമില്ലല്ലോ. ഇപ്പൊ പരീക്ഷത്തിലാണ് തുടങ്ങിയത്. ഗംഗാതീരത്ത് വെച്ച് ജലപാനം പോലും ചെയ്യാത്ത വ്രതമനുഷ്ഠിച്ച പരീക്ഷത്ത് 7-ാം ദിവസം തക്ഷകൻ കഴിച്ച് മരിക്കുന്നുള്ള ശാപം ഏറ്റെടുത്ത പരീക്ഷത്ത് ഗംഗയുടെ തീരത്ത് എല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇനി എനിക്കൊന്നും വേണ്ടതില്ല. ശരണം ശരണം ശ്രീധര ശ്രീധര പാലയ പാകിമാം മരണം വരയും തവ തിരുനാമം മനമിതിലരുളുക കൗതുകം. ഇത് മാത്രമേ എനിക്ക് വേണ്ടതുള്ളൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന പരീക്ഷത്തിന് ശുഭബ്രഹ്മർഷി ആത്മാരാമൻ ആനന്ദരമണനായിട്ടുള്ള വേദവ്യാസപുത്രൻ ഉപദേശിക്കുന്നതാണ് ഭാഗവതം 7 ദിവസങ്ങളിലായിട്ട് നമ്മൾ കേട്ടത്. ഒടുവിലായിട്ട് പരീക്ഷത്തിനോട് ചോദിച്ചു, ഇപ്പോഴെന്താ പരീക്ഷത്തെ കഥ മുഴുവൻ കേൾക്കണം, എല്ലാം കേട്ട് ഉൾക്കൊണ്ടപ്പോൾ പരീക്ഷത്തിനോട് ചോദിച്ചു, തക്ഷകൻ വരാനുള്ള സമയമായിട്ടോ? എങ്ങനെയാണ്? ഭയമില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ലവലേശം പോലും ഭയമില്ല. എന്തുകൊണ്ടാണ്? വാസുദേവാനുചിന്തയാ, ജനിച്ചാൽ മരണം തീർച്ച, ഉണ്ടായത് നശിച്ചിടും, ഉദിച്ചത് അസ്തമിച്ചിടും, വന്നു ചേർന്നത് കൈവിടും. ലോകത്തിന്റെ സ്വഭാവമാണ്. എനിക്ക് എൻ്റെ ആത്മാവിന് നാശമില്ല എന്ന് എനിക്ക് ബോധ്യമായി ഈ കഥകളൊക്കെ കേട്ടിട്ട്. ജനനോ മരണമോ ഒന്നുമില്ല. ഇപ്പൊ രാത്രിയിൽ സ്വപ്നം കാണാറില്ല മനുഷ്യന്മാര്, അല്ലേ? ചില ആൾക്കാർ പറയുന്നൊക്കെ ഇന്നലെ എന്തിനു പറയുന്നതോ, ഞാൻ ഉറക്കം പറ്റി അപ്പോഴേക്ക് വാൾവെടുത്തിട്ട് ഒന്ന് ഒരൊറ്റ വിട്ട് കഴുത്ത് 2 കഷ്ണമായി കാണും. പിറ്റേ ദിവസം പറയുന്നവരാണെന്ന് അറിയാം. ഇവരാണ് അയൽവക്കക്കാരോട് പറയുന്നത് ഇന്നലെ കണ്ടത്. അവരുടെ യഥാർത്ഥ കഴുത്താണ് വെട്ടിയതെങ്കിൽ അവരിപ്പോ പറയാനുണ്ടാവോ? ഇല്ല. അപ്പൊ എന്ത്, ഏത് ശിരസ്സാണ് ഛേദിച്ചത്? സ്വപ്നത്തിലെ ശിരസ് ഛേദിക്കുന്നത് പോലെയുള്ളൂ. മനസ്സിലായോ? ഒരു കുടമുണ്ട്, കുടം, മൺകുടം. അതിൽ നിറയെ വായുണ്ട്, ആകാശം എന്നാ പറയാം. അതിനെന്തൊക്കെയുണ്ട്? ഘടകങ്ങളൊക്കെ ഉണ്ട്. കെമിസ്ട്രിയിൽ പറയുന്നതൊക്കെ ഉണ്ട്. ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, H2O ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്ന് പൊട്ടിപ്പോയി എന്ന് വിചാരിക്കാം. പൊട്ടിപ്പോയി അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതെന്ത് ചെയ്യുന്നു? വായുവിനോട് ലയിക്കും. ഇത്ര തന്നെ കുടത്തിലുള്ളതായിരുന്നു ആ ആകാശം, ഇപ്പോഴത്തെ മഹാകാശത്തിൽ ലയിച്ചു. സത്യമല്ല, ആ വായു വേറെ എവിടെയും പോകുന്നില്ല, വായുവിലേക്ക്. ഇതുപോലെ മാത്രമേ ഉള്ളൂ. ഒരു ജീവൻ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിന് നാശമില്ല എന്ന് തിരിച്ചറിയണം. ആത്മാവിനില്ല ജനന മരണവും, ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. ഇതെനിക്ക് ബുദ്ധിപ്പെട്ടു. അപ്പൊ ഞാൻ ആരാണ്? ശബരിമലയിൽ പോയവർക്ക് അറിയാം, ശ്രദ്ധിച്ചവർക്ക് അറിയാം. സോറി, അല്ല എന്താ പറയാ, പോയവർക്ക് അറിയില്ല. ഞാൻ പറഞ്ഞത് തിരുത്തുന്നു കേട്ടോ. പോയവർക്ക് അറിയില്ല, ശ്രദ്ധിച്ചവർക്കേ അറിയുള്ളൂ. അവിടെ തത്വമസി എഴുതിയിട്ടുണ്ട്. അതാരും ശ്രദ്ധിക്കില്ല, കാരണം അവർക്ക് തിരക്കല്ലേ. എന്താണ് തത്വം എന്ന് പറയുന്നത്? തത്വം അസീനാണ്. ഞാൻ തന്നെയാണ് നീയും അയ്യപ്പ എന്ന് പറയാം. നമ്മളോട് ഓരോരുത്തരോടും പറയാം, ഞാനും ഒന്നും തമ്മിൽ വ്യത്യാസമില്ല എന്ന്. എന്റെ ഉള്ളിലുള്ളതും നിന്നുള്ളിലുള്ളതും ആ പരമമായ തത്വം തന്നെ, സത്ത് തന്നെ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് തത്വം അസി. ആ സത്ത് തന്നെയാണ് നീ എന്ന് നമ്മളോട് ഓരോരുത്തരോടും പറയുക. അത് തന്നെയല്ലേ ഭഗവാൻ. അതുകൊണ്ട് വേറെ ഇല്ല. ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കി തരുന്നത് ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. ഒരു ബോധം, പിന്നെ ഒരു ബോധം കൂടി ഉണ്ട്. എന്താ അറിയോ? ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം. അഹം ബ്രഹ്മപരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷൻ ആത്മാനം ആത്മന്യാദായ നിഷ്കളേ. ഈ ഒരു ബോധത്തിലേക്ക് എത്തി. തക്ഷകൻ എത്ര വേണമെങ്കിലും വന്നോട്ടെ, കടിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. ഒരു തക്ഷകനെ വരുള്ളൂ, ഒന്നേ ഉള്ളൂ. പക്ഷെ എത്ര വേണമെങ്കിലും വന്നോട്ടെ എന്നാ പറയുന്നത്. എന്തുകൊണ്ട്? എനിക്ക് ഭയമില്ല. തക്ഷകൻ വന്നാൽ എന്തായി അറിയാം? ഈ കടിക്കും, കടിച്ചാൽ ഭസ്മാവും, ശരീരം ഭസ്മാവും. ഇത് തന്നെയാണ് വൈദ്യുത ശ്മശാനത്തിലും ചെയ്യുന്നത്. ഇത് തന്നെയാണ് തീ കൊടുത്തിട്ട് വിറക് കത്തിച്ചിട്ടും ചെയ്യുന്നത്. അത് അവർ ചെയ്യേണ്ട പ്രവൃത്തി തക്ഷകൻ ചെയ്യുന്നു. എൻ്റെ ആത്മാവിന് നാശമില്ലാതെ എനിക്ക് ബോധ്യമായി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പരീക്ഷിത്തെത്തുന്നു. ശുഖബ്രഹ്മർഷിയെ നമസ്കരിക്കുന്നു. ശുഖബ്രഹ്മർഷി യാത്രയാകുന്നു, പരീക്ഷിത്തിരിക്കുന്നു. തക്ഷകൻ വരുന്നു, ദംശിക്കുന്നു, ശരീരം ഭസ്മമാകുന്നു, മോക്ഷപദത്തിലേക്ക് എത്തുന്നു. തുടങ്ങിയിട്ടുള്ള വിശേഷങ്ങൾ വർണ്ണിച്ചു കഴിഞ്ഞ് പുരാണങ്ങളെ കുറിച്ച് മുഴുവനും പറഞ്ഞു. ഇനി ഇതാ പുരാണങ്ങളുടെ ഉള്ളിൽ ഒരു ആചാര്യനുണ്ട്, മാർക്കണ്ഡേയൻ. ഇവിടെ നിന്ന് പോയതാണ്, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ആളാണ്. ഇന്നും ചിരഞ്ജീവിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
എന്നും 16 വയസ്സായിട്ടുള്ള അനുഗ്രഹം കിട്ടിയിട്ടുള്ള മാർക്കണ്ഡേയന്റെ ചരിത്രം മായാശിശു കാൽവിരൽ നുണഞ്ഞും കൊണ്ട് ആലിലമുകളിൽ പൊങ്ങി കാൺമത് നീയല്ലോ കൃഷ്ണ. പാദത്തിൽ വിരൽ ആസ്വദിച്ചുകൊണ്ട് ഭഗവാൻ ആലിലയില് ദർശനം കൊടുക്കുന്നു. മാർക്കണ്ഡേയൻ എന്നുള്ള വിശേഷം അതൊക്കെ വിവരിച്ചുകൊണ്ട് മാർക്കണ്ഡേയ ചരിത്രത്തോടു കൂടി നമ്മളിതാ ഭാഗവതം സമർപ്പിക്കുന്ന ഒരു അധ്യായം വായിച്ചിട്ടില്ല, അത് വായിച്ച് നമ്മൾ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 2 തവണ ഗോവിന്ദ വിളിക്കാൻ പറ്റുന്നവർ വിളിച്ചോളൂ. ഇനി വിളിച്ചാലും എത്ര വിളിക്കാൻ ഉണ്ടാവുള്ളൂ? ഒരു 3-4 തവണ വിളിക്കാൻ ഉണ്ടാവുള്ളൂ. അത്ര അധ്യായം ബാക്കിയുള്ളൂ സപ്താഹയജ്ഞത്തിൽ. ഇനി വിളിക്കണം എന്നുണ്ടെങ്കിലും ഇത് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും കൊണ്ടി വരും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിക്കുക, വഴിയിൽ നിന്ന് ഇങ്ങനെ വിളിക്കുക. അതൊക്കെ അപകടമാണ്. ഇവിടെ തളിപ്പുറം കൂട്ടിക്കൊണ്ടുപോകും, എന്തോ അസുഖമാണ് വിചാരിച്ചിട്ട് അങ്ങനെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടുന്ന് കിട്ടുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തിക്കോളൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അതുപോലെ കുറച്ച് ഉച്ചത്തിൽ വിളിച്ചോളൂ. ഞാൻ അങ്ങനെ പറയാൻ നിൽക്കുന്നില്ല. ഇനി 2-3 അധ്യായങ്ങളിലോ കഴിയാൻ, അത് കഴിയുന്നവരെ ഉച്ചത്തിൽ വിളിച്ച് നമുക്ക് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നമോ ഭഗവതേ വാസുദേവായ നമോധ്യായ. സൂതൗവാച സംസ്കൃതോ ഭഗവാനിത്വം മാർക്കണ്ഡേയ നദീമത നാരായണോ നരസകപ്രീതാഹൃതോദ്വഹം. ശ്രീ ഭഗവാനുവാച ഭോ ഭോ വിമർശിവര്യ